ഇനി നമുക്ക് കേരള പുരസ്കാരങ്ങൾ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പം നമുക്ക് 2023 ഓസ്കാർ അവാർഡ്സിനെ കുറിച്ച് നോക്കാം. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. 2023 67ാമത് ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. ഇനി അടുത്തത് പത്മശ്രീയാണ്. നൊബേൽ പുരസ്കാരങ്ങളാണ്. ഈ 3 പേർക്കാണ് കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. മൗഗ്ലി, ബ്രൂസ്ലി, മിക്കി എന്ന് പറയുന്ന 3 പേരാണ് എന്ത് ചെയ്തത് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2023 നേടിയത് എന്ന് ആലോചിക്കുക. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സിലബസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു സെക്ഷനാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിലബസുകളിലെല്ലാം അതായത് CPOയ്ക്ക് ആണെങ്കിൽ 10 മാർക്കിനും വരാൻ പോകുന്ന LDC എക്സാമിനാണെങ്കിൽ 20 മാർക്കൊക്കെ കറണ്ട് അഫേഴ്സിനാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതായത് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ഒരു സാമാന്യ അറിവുള്ള ആൾക്കാർക്ക് എക്സാമിൽ കൂടുതൽ മുൻതൂക്കം വേണം എന്നൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് PSC കറണ്ട് അഫേഴ്സിന് ഇത്രയും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം കറണ്ട് അഫേഴ്സിന് സെക്ഷനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരസ്കാരങ്ങളിൽ തദ്ദേശീയമായ പുരസ്കാരങ്ങൾ, അതായത് കേരള ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങൾ, ദേശീയ ലെവലിൽ പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങൾ, അതുപോലെ അന്താരാഷ്ട്ര ലെവലിൽ പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങളായ ഓസ്കാർ അല്ലെങ്കിൽ നൊബേൽ പ്രൈസ് പോലെയുള്ള എല്ലാ അവാർഡ്സും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വീഡിയോസ് തീർച്ചയായിട്ടും ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അതേപോലെ തന്നെ നിങ്ങൾ വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സസും സ്റ്റഡി നോട്ട്സും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവേഷണ മികവിന് കേരള സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഗവേഷണ മികവിന് കേരള സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിൽ രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ സലീം യൂസഫിനാണ്. പ്രൊഫസർ സലീം യൂസഫ്, ഇദ്ദേഹത്തിന് ലഭിക്കുന്ന പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പം രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈരളി പുരസ്കാരം എത്ര രൂപയാണ് പുരസ്കാര തുക എന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ്. ഈ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ സലീം യൂസഫ് ആണ്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള മറ്റ് പുരസ്കാരങ്ങൾ. സമഗ്ര സംഭാവനയ്ക്കുള്ള മറ്റ് പുരസ്കാരങ്ങളുണ്ട്. ഇതിന്റെ പുരസ്കാര തുക എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ അവാർഡിന് അർഹരായവർക്ക് 2.5 ലക്ഷം രൂപയായിരിക്കും പുരസ്കാര തുകയായിട്ട് ലഭിക്കുക. അപ്പോൾ ഇതിൽ ആർട്സ് ആൻഡ് സാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് നേടിയത് നമുക്ക് പരിചിതയായ ഡോക്ടർ M ലീലാവതിയാണ്. നമ്മൾ പല അവാർഡ്സിലും പഠിച്ചിട്ടുള്ള പേരാണ് ഡോക്ടർ M ലീലാവതി എന്ന് പറയുന്നത്. അപ്പം ആർട്സ് ആൻഡ് സാഹിത്യം കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ഡോക്ടർ M ലീലാവതിയാണ്. സയൻസ് കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ഡോക്ടർ A അജയ് ഘോഷ് ആണ്. ഡോക്ടർ A അജയ് ഘോഷ്. ഇനി സാമൂഹിക ശാസ്ത്രം ആ കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ പ്രൊഫസർ MA ഉമ്മനാണ്. MA ഉമ്മൻ. അപ്പോൾ കൈരളി പുരസ്കാരമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സമഗ്ര അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ ശാസ്ത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പ്രൊഫസർ സലീം യൂസഫ് ആണ്. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. സമഗ്ര സംഭാവനയ്ക്കുള്ള മറ്റ് പുരസ്കാരങ്ങൾ എത്ര രൂപയാണ് പുരസ്കാര തുക എന്ന് ചോദിച്ചാൽ 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിന്റെ 3 കാറ്റഗറിയാണ് ആർട്സ് ആൻഡ് സാഹിത്യം, സയൻസ്, സാമൂഹിക ശാസ്ത്രം. അപ്പോൾ ഇതിന് ആർട്സ് ആൻഡ് സാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ഡോക്ടർ M ലീലാവതിയാണ്. സയൻസ് കാറ്റഗറിയിൽ അവാർഡ് നേടിയത് ഡോക്ടർ A അജയ് ഘോഷാണ്. ഡോക്ടർ A അജയ് ഘോഷാണ്. സാമൂഹിക ശാസ്ത്രത്തിൽ അവാർഡ് നേടിയത് പ്രൊഫസർ MA ഉമ്മനാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികളെ കുറിച്ചാണ്. പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികളെ കുറിച്ചാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം, ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ. ഈ 3 പേർക്കാണ് എന്ത് കിട്ടിയത് 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചത്. സിദ്ധാർത്ഥ് ബാലകൃഷ്ണൻ, രാജേഷ് സുബ്രഹ്മണ്യം, ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ. അതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റ് ഒന്നുമല്ല. ഇനി അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറിയൻ സാഹിത്യ പുരസ്കാരം.
ആദ്യമായി കൊടുക്കുന്ന പുരസ്കാരങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭ ലൈബ്രറി സാഹിത്യ പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. ആദ്യമായി നൽകിയ അവാർഡ് ആയതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിയമസഭ ലൈബ്രറി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി പത്മനാഭനാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതും ഒരു പ്രഥമ പുരസ്കാരമാണ്. അതായത് KR ഗൗരിയമ്മയുടെ സ്മരണാർത്ഥം കൊടുക്കുന്ന അല്ലെ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അലീഡ ഗുവേരയ്ക്കാണ്. അലീഡ ഗുവേര ഈ അവാർഡും ആദ്യമായി നൽകപ്പെടുന്ന അവാർഡാണ്. അപ്പോൾ പ്രഥമ KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് അലീഡ ഗുവേരയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തതും ഒരു പ്രഥമ അവാർഡാണ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലനാണ്. ഇതിന്റെ പുരസ്കാര തുക 25,000 രൂപയാണ്. അപ്പൊ നമുക്കറിയാം പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവോത്ഥാനത്തിന്റെ ആദ്യകാല നവോത്ഥാനം നായകൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ അല്ലേ. അപ്പൊ ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഗോകുലം ഗോപാലനാണ്. എത്ര രൂപയാണ് പുരസ്കാര തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ്. 25,000 രൂപയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ഗോകുലം ഗോപാലിന് പുരസ്കാര തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും പ്രഥമ പുരസ്കാരമായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ നിയമസഭ ലൈബ്രറി സാഹിത്യ പുരസ്കാരമാണെങ്കിൽ ടി പത്മനാഭനും, പ്രഥമ ഗൗരിയമ്മ പുരസ്കാരമാണെങ്കിൽ അലീഡ ഗുവേരയ്ക്കും, പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഗോകുലം ഗോപാലിനുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകളാണ്. അതായത് ജയ്പൂർ സാഹിത്യോത്സവ പുരസ്കാരം നേടിയ മലയാള കവി ആരാണെന്ന് ചോദിച്ചാൽ അത് കെ സച്ചിദാനന്ദനാണ്. ജയ്പൂർ സാഹിത്യോത്സവ പുരസ്കാരം നേടിയ മലയാള കവിയാണ് കെ സച്ചിദാനന്ദൻ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണനാണ് എന്ത് ചെയ്തത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരനാണ് സി രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനി ONV പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? സി രാധാകൃഷ്ണൻ തന്നെയാണ്. ONV പുരസ്കാരം നേടിയത് ആരാണ്? സി രാധാകൃഷ്ണനാണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സി രാധാകൃഷ്ണനാണ്. ONV പുരസ്കാരം നേടിയതും ആര് തന്നെയാണ്? സി രാധാകൃഷ്ണൻ തന്നെയാണ്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ആശാന്റെ സീതായനം എന്ന പഠന ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് M. തോമസ് മാത്യു ആണ്. ചിലപ്പോൾ ചോദിക്കുന്ന ആശാന്റെ സീതായനം എന്ന പഠന ഗ്രന്ഥം രചിച്ചത് ആര് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് തോമസ് മാത്യു ആണ്. ഈ അവാർഡിന് അർഹമാകുന്ന ആൾക്കാരും അവരുടെ കൃതികളുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത്. മിക്കവാറും ഇത് രചിച്ചത് ആര് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന അവാർഡിന് അർഹരായ ആൾക്കാരുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ഏത്? ആശാന്റെ സീതായനം എന്ന് പറയുന്ന പുസ്തകം. ഇതൊരു പഠന ഗ്രന്ഥമാണ്. ഇത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ M. തോമസ് മാത്യു ആണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം നേടിയത് PF മാത്യൂസ് ആണ്. എന്ത്? 2023 OV വിജയൻ പുരസ്കാരം നേടിയത് ഏത് കൃതിക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മുഴക്കം എന്ന കഥാസമാഹാരമാണ്. മുഴക്കം എന്ന് പറയുന്നത് കഥാസമാഹാരത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം മുഴക്കം എന്ന് പറയുന്ന കഥാസമാഹാരത്തിന്റെ കാറ്റഗറിയിൽ ആർക്കാണ്? PF മാത്യൂസിനാണ് 2023 OV വിജയൻ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം നേടിയത് സി രാധാകൃഷ്ണനാണ്. അതേപോലെ തന്നെ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കെ സച്ചിദാനന്ദനാണ്. ONV പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണനാണ്. അതേപോലെ ആശാന്റെ സീതായനം എന്ന പഠന ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് M. തോമസ് മാത്യു ആണ്. 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം കിട്ടിയത് PF മാത്യൂസിനാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴക്കം എന്ന കഥാസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഇനി അടുത്തത് ഇതിനിടയ്ക്ക് വരുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു പോയിന്റ് ആണ് എങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് കരുതി ഇതിന്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. അതായത് മാധ്യമരംഗത്തെ മികവിന് കേരള സർക്കാർ നൽകി വരുന്ന 2023
സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായ മാധ്യമ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് SR ശക്തിധരനാണ്. SR ശക്തിധരൻ. അപ്പം അവാർഡിന്റെ പേരെന്ന് പറഞ്ഞാൽ 2020 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് SR ശക്തിധരൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. ഓടക്കുഴൽ പുരസ്കാരം. അപ്പൊ 2022 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചാൽ അത് അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാടാണ്. ഇദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അംബികാസുധൻ മങ്ങാടാണ്. ഇദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന് പറയുന്ന കഥാസമാഹാരത്തിനാണ് എന്ത് കിട്ടിയത്? പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമുക്കിത് ഓർത്ത് വെക്കാം. നമ്മൾ ഈ ഓടക്കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴൽ എങ്ങനെയാണ്? നമ്മൾ വായു കൊടുത്തല്ലേ ഊതുന്നത് അല്ലേ? നമ്മൾ ഓടക്കുഴൽ വായിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് വായുവുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പം പ്രാണവായു എന്ന് പറയുന്ന കൃതി ആര് രചിച്ചു? അംബികാസുധൻ മങ്ങാട് രചിച്ചു. ഈ കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2022. ഇനി 2023 ഓടക്കുഴൽ പുരസ്കാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടെ കണക്ട് ചെയ്ത് പറയാം. അതായത് PN ഗോപികൃഷ്ണനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓടക്കുഴൽ പുരസ്കാരം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അതായത് 2023 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത്. അപ്പൊ ദേ ഇവിടെ കൃഷ്ണനുണ്ട്. അപ്പൊ ഓടക്കുഴൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോപികൃഷ്ണൻ എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. 2023 പ്രഖ്യാപിച്ചത്. റീസെന്റ് പ്രഖ്യാപിച്ചതാണ്. അപ്പൊ കണക്ട് ചെയ്യാമെന്ന് കരുതി ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അതായത് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പം കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ത് ചെയ്തത്? ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ 2022 ആണെങ്കിൽ ആരാണ്? അംബികാസുധൻ മങ്ങാടും. 2023 ആണെങ്കിൽ ഗോപികൃഷ്ണനുമാണ്. രണ്ടു പേര് നമുക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. ഇനി നമ്മുടെ അംബികാസുധൻ മങ്ങാടിന്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PSC ഓൾറെഡി ചോദിച്ച പോയിന്റാണ്. എൻമകജെ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്നുള്ളത്? അത് അംബികാസുധൻ മങ്ങാടിന്റെയാണ്. അതേപോലെ തന്നെ 2 മത്സ്യങ്ങൾ, ജീവിതത്തിന്റെ മുദ്ര, വാലില്ലാത്ത കിണ്ടി, ഒതേനന്റെ വാൾ, മരക്കാപ്പിലെ തെയ്യങ്ങൾ, കുന്നുകൾ പുഴകൾ, ഇത്രയും ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് അംബികാസുധൻ മങ്ങാടിന്റെയാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് വിന്നർ ആയതുകൊണ്ട് തന്നെ ഈ കൃതികൾ ആര് രചിച്ചു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ എൻമകഞ്ചി തുടങ്ങി നമ്മുടെ കുന്നുകൾ പുഴകൾ വരെയുള്ള 2 മത്സ്യങ്ങൾ, ജീവിതത്തിന്റെ മുദ്ര, വാലില്ലാത്ത കിണ്ടി, ഒതേനന്റെ വാൾ, മരക്കാപ്പിലെ തെയ്യങ്ങൾ, കുന്നുകൾ പുഴകൾ, ഇത്രയും കൃതികൾ എഴുതിയതാരാണ്? അംബികാസുധൻ മങ്ങാടാണെന്ന് ഓർത്തിരിക്കുക. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് PN ഗോപികൃഷ്ണനാണ്. ഇദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് കിട്ടിയത്? കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇനി 2023 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് V മധുസൂദനൻ നായർക്കാണ്. V മധുസൂദനൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2023 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം, മാറിപ്പോകരുത്, ജ്ഞാനപ്പാനയും അതേപോലെ ഓടക്കുഴലും തമ്മിൽ. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് V മധുസൂദനൻ നായർക്കാണ്. ഇനി 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രനാണ് എന്ത് ചെയ്തത്? 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഈ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ നോവലാണ് സമുദ്രശില എന്ന് പറയും. സമുദ്രശില. അപ്പൊ 2023 അക്ബർ കക്കട്ടിലിനെ സുഭാഷ് ചന്ദ്രനെ ഈ പറയുന്ന അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് ജേതാവാക്കിയത് ഏത് കൃതിയാണെന്ന് ചോദിച്ചാൽ ഏത് കൃതിയാണ്? സമുദ്രശില എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലാണ്. ഏത് കാറ്റഗറി വരികയാണ്? സമുദ്രശില എന്ന് പറഞ്ഞാൽ നോവൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആർക്കാ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ SK വസന്തനാണ് ആ പുരസ്കാരം ലഭിച്ചത്. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്തിനു കൊടുക്കുന്നതാണ്? സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ SK വസന്തനാണ്. 2022 ഇത് സേതുവും 2021 അന്തരിച്ച കഥാകാരിയായ
പി വത്സലയുമാണ് ഈ അവാർഡിന് അർഹരായത്. അപ്പോൾ പി വത്സല അടുത്തിടെ അന്തരിച്ചത് കൊണ്ട് ഈ പറയുന്ന പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് 2021 ലഭിക്കുന്നത്. 2022 ഈ അവാർഡിന് അർഹനായത് സേതുവും 2023 അവാർഡിന് അർഹനായത് നമ്മുടെ ഡോക്ടർ SK വസന്തനുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പുരസ്കാരമാണ് 2023 കേരളവർമ്മ കവിതാ പുരസ്കാരം. കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്. കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത്. എന്തിനു വേണ്ടിയാണ് ലഭിച്ചതെന്ന് വെച്ചാൽ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഏത് കാറ്റഗറി ആണെന്നെങ്കിൽ വേണമെങ്കിലും ചോദിക്കാം. അതായത് പിങ്കളകേശിനി നോവൽ അല്ലെങ്കിൽ കവിത അങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പൊ ഇത് കവിതാ സമാഹാരമാണ് ഏതെന്ന് പറയുന്നത് പിങ്കളകേശിനി എന്ന് പറയുന്നത്. എഴുതിയത് കെ ജയകുമാറാണ്. ഈ കൃതിക്ക് എന്ത് കിട്ടി? 2023 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചു. അടുത്തത് 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി. അപ്പം 2023 എത്രാമത്തെയാണ്? 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണെന്ന് ഓർത്തിരിക്കുക. ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി ഹരിവരാസന പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മാർക്ക് തന്നെയാണ്, ശ്രീകുമാരൻ തമ്പിക്ക് തന്നെയാണ് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ 2 അവാർഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 47ാമത്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്നായിരിക്കും ചോദിക്കുന്നത്. 2023 ചിലപ്പോൾ തരണമെന്നില്ല. അപ്പോൾ 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചതും ശ്രീകുമാരൻ തമ്പിക്കാണ്. വയലാർ അവാർഡിന് ഇദ്ദേഹത്തെ അർഹനാക്കിയ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന രചന. ജീവിതം ഒരു പെൻഡുലം എന്ന രചനയാണ് എന്ത് ചെയ്തത്? 47ാമത് വയലാർ അവാർഡിന് ഇദ്ദേഹത്തെ അർഹനാക്കിയത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്തിടാം. ഒരാളായതുകൊണ്ട് ഈ പറയുന്ന വയലാർ അവാർഡും നമ്മുടെ ഹരിവരാസന പുരസ്കാരവും ഒരാൾക്കാണ് ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി നിയമസഭാ സാഹിത്യ പുരസ്കാരം. നിയമസഭാ സാഹിത്യ പുരസ്കാരം നേടിയത് MT വാസുദേവനായിരുന്നു. MT വാസുദേവൻ നമ്മുടെ ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാര ജേതാവാണ്. ആരെന്ന് പറയുന്നത്? MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹമാണ് നിയമസഭാ സാഹിത്യ പുരസ്കാരം. നേരത്തെ നമ്മൾ നിയമസഭാ ലൈബ്രറി സാഹിത്യ പുരസ്കാരം പഠിച്ചു ആദ്യമേ. അത് ലഭിച്ചത് T പത്മനാഭനാണ്. നിയമസഭാ സാഹിത്യ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് മലയാറ്റൂർ പുരസ്കാരം. മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ VJ ജെയിംസിനാണ്. VJ ജെയിംസ്. അദ്ദേഹത്തിന്റെ ഏത് നോവലിനാണെന്ന് ചോദിച്ചാൽ ആന്റി ക്ലോക്ക് എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പം മലയാറ്റൂർ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ VJ ജെയിംസിനാണ് ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ആന്റി ക്ലോക്ക് എന്ന നോവലിനെ മുൻനിർത്തിയാണ് ഈ ഒരു അവാർഡ് ഇദ്ദേഹത്തിന് കൊടുത്തത്. അപ്പൊ VJ ജെയിംസ് മല കയറി എന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഓർത്തിരിക്കുക, VJ ജെയിംസ് മല കയറി എന്ന് ഓർത്തിരിക്കുക. അപ്പം ആന്റി ക്ലോക്ക് എന്ന കൃതിക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തിന് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ച വ്യക്തിയാണ് സേതു. അപ്പം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് സേതു ആണെന്ന് ഓർത്തിരിക്കാം. ഇനി JCB പുരസ്കാരമാണ് പെരുമാൾ മുരുകൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് പെരുമാൾ മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം ഇടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടായപ്പം എഴുത്ത് നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് പെരുമാൾ മുരുകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ആലണ്ടപാച്ചി എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഈ പറയുന്ന JCB പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ JCB പുരസ്കാരം എന്ന് പറഞ്ഞാൽ വിവർത്തനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആലണ്ടപാച്ചി എന്ന കൃതി വിവർത്തനം ചെയ്ത് ജനനി കണ്ണനാണ്. അപ്പോൾ ജനനി കണ്ണൻ വിവർത്തനം ചെയ്തപ്പോൾ അതിനിട്ട പേരെന്താണെന്ന് ചോദിച്ചാൽ ഫയർ ബേർഡ് എന്നാണ്. ഓക്കെ, ഫയർ ബേർഡ് എന്ന് പറയുന്ന ആലണ്ടപാച്ചി എന്നാണ് ഇദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്, ആലണ്ടപാച്ചി. അപ്പൊ ഈ കൃതിയുടെ വിവർത്തനമായ ഫയർ ബേർഡ് ജനനി കണ്ണനാണ് എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു വിവർത്തന പുസ്തകമായത്തിനാണ് എന്ത് കിട്ടിയത്? JCB പുരസ്കാരം കിട്ടിയത്. അപ്പൊ JCB പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പെരുമാൾ മുരുകനാണ്. അതിന്റെ വിവർത്തനം ഫയർ ബേർഡ് എന്ന വിവർത്തനം രചിച്ചത് ജനനി കണ്ണനാണ്. അപ്പൊ പെരുമാൾ മുരുകനായിട്ട് പേരാണ് ഏതെന്ന് പറയുന്നത്? ആലണ്ടപാച്ചി എന്ന് പറയുന്നത്.
അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് JCB പുരസ്കാരം എന്ന് പറയുന്നത്. ലഭിച്ചത് നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ പെരുമാൾ മുരുകനാണ്. തമിഴ് എഴുത്തുകാരനാണ് കേട്ടോ ഇദ്ദേഹം ഒരു തമിഴ് എഴുത്തുകാരനാണ്. അപ്പോൾ JCB പുരസ്കാര ജേതാവാരാണ്? പെരുമാൾ മുരുകനാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വ്യക്തിയാണ് പെഗ്ഗി മോഹൻ എന്നാണ് ആ പേര്. അതായത് 2023 മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി പെഗ്ഗി മോഹനാണ്. ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണ്ടറേഴ്സ് കിങ്സ് മർച്ചൻസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ് എന്ന ബുക്കിനാണ് എന്ത് കിട്ടിയത്? ഈ ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചാൽ പെഗ്ഗി മോഹനാണ്. ഒരു വെറൈറ്റി പേരാണ് പെഗ്ഗി മോഹൻ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവാരാണെന്ന് ചോദിച്ചാൽ പെഗ്ഗി മോഹനാണ്. ഏത് കൃതിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണ്ടറേഴ്സ് കിങ്സ് മർച്ചൻസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ ത്രൂ ഇറ്റ്സ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. ഇനി തകഴി സ്മാരക പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് M മുകുന്ദനാണ്. തകഴി സ്മാരക പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണെന്ന് ഓർത്തിരിക്കുക. ഇനിയുള്ളൊരു ഇമ്പോർട്ടൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം കൊടുക്കുന്ന അവാർഡുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ആദ്യ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് K വേണു ആണ്. വേണു ഫെഡറൽ ബാങ്കിൻ്റെ ആദ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വേണു എന്ന് പറയുന്നത്. ഇനി വേണുവിൻ്റെ ആത്മകഥയായ ഒരു അന്വേഷണത്തിൻ്റെ കഥ ആണ് എന്ത് ചെയ്തത്? പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. അപ്പോൾ വേണുവിൻ്റെ ആത്മകഥയായ ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ത് ചെയ്തു? പുരസ്കാരത്തിന് അർഹമായി. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഫെഡറൽ ബാങ്കിൻ്റെ ആദ്യത്തെ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി വേണു ആണ്. ആദ്യ പുരസ്കാരം ആയതുകൊണ്ട് തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 2023 KP കേശവമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈശാഖനാണ്. അപ്പോൾ 2023 KP കേശവമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വൈശാഖനാണ്. ഇനി 2023 മോയിൻകുട്ടി വൈദ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വിളയിൽ ഫസീലയ്ക്കാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചത്. ഏതാണെന്ന് പറഞ്ഞാൽ മോയിൻകുട്ടി വൈദ്യർ പുരസ്കാരമാണ്. ആൾ മരിച്ചു പോയിരുന്നു. അപ്പോൾ മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് വിളയിൽ ഫസീലയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2022 സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ B ഇക്ബാൽ ആണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള 2022 സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ B ഇക്ബാൽ ആണ്. അതേപോലെ തന്നെ ബാലശാസ്ത്ര സാഹിത്യത്തിനുള്ള 2022 സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സാഗ ജെയിംസ് ആണ്. അതായത് ഇത് 2022 പുരസ്കാരമാണ്. ഏതെന്ന് പറയുന്നത് സാഗ ജെയിംസിന് ലഭിച്ചതും ഡോക്ടർ B ഇക്ബാലിന് ലഭിച്ചതും. അപ്പോൾ മോയിൻകുട്ടി വൈദ്യർ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വിളയിൽ ഫസീലയ്ക്കാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് ലഭിച്ചത്. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉല്ലല ബാബുവിനാണ്. അപ്പോൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതിനുശേഷം ലഭിച്ച അവാർഡ് ആയതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക, അല്ലെങ്കിൽ അവാർഡ് ലഭിച്ചപ്പോൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം ഇത് ചെയ്ത പുരസ്കാരമാണ്. ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. ഇദ്ദേഹമാണ് ഉല്ലല ബാബു എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 വൈജ്ഞാനിക മേഖലയിലെ പുരസ്കാരം നേടിയ മാർക്സിയൻ അർത്ഥശാസ്ത്രം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗീന കുമാരിയാണ്. മാർക്സിയൻ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതി രചിച്ച ഡോക്ടർ ഗീന കുമാരിയാണ്. ഏതാണെന്ന് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 വൈജ്ഞാനിക മേഖലയിലെ പുരസ്കാരം ആരുടെ? ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 വൈജ്ഞാനിക മേഖലയിലെ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഗീന കുമാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023
കഥാ നോവൽ വിഭാഗത്തിലെ പുരസ്കാരം നേടിയത് ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന കൃതിയാണ്. ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ KV മോഹൻകുമാർ ആണ് ഇത് എഴുതിയത്. KV മോഹൻകുമാർ. അപ്പം കഥാ നോവൽ വിഭാഗത്തിൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 പുരസ്കാരം നേടിയത് ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന കൃതിക്കാണ്. അപ്പോൾ ഈ കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? KV മോഹൻകുമാർ ആണ്. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 കവിതാ വിഭാഗം ഇത് കഥാ നോവൽ വിഭാഗം, ഇത് കവിതാ വിഭാഗം പുരസ്കാരം നേടിയത് വെള്ള ബലൂൺ ആണ്. വെള്ള ബലൂൺ എന്ന കൃതിയാണ്. ഈ കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദിവാകരൻ വിഷ്ണുമംഗലം എന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? വെള്ള ബലൂൺ എന്ന കൃതി രചിച്ചത്. അപ്പം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥാ നോവലാണെന്നുണ്ടെങ്കിൽ മോഹൻകുമാറും, കവിതയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ലഭിച്ചത്? ദിവാകരൻ വിഷ്ണുമംഗലത്തിനുമാണ് ലഭിച്ചത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. ഇനി വൈജ്ഞാനിക സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 വൈജ്ഞാനിക മേഖലയിലെ പുരസ്കാരം നേടിയത് ഗീനാകുമാരി ആണെന്ന് ഓർത്തിരിക്കുക. ഗീനാകുമാരി. ഇനി നമുക്ക് അല്ലാത്ത കുറച്ച് പുരസ്കാരങ്ങൾ പഠിക്കാം. അതായത് ഗ്ലോബൽ ലെവലിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ കുറച്ച് നോക്കാം. ദ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് വ്യവസായി ആരാണെന്ന് ചോദിച്ചാൽ അത് മനീഷ് തിവാരി ആണ്. മനീഷ് തിവാരി. ദ ഫ്രീഡം ഓഫ് ദി സിറ്റി ഓഫ് ലണ്ടൻ എന്ന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് വ്യവസായി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മനീഷ് തിവാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി നീതിന്യായ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള US-ലെ ഹാർവാർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് നേടിയ ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതായത് നീതിന്യായ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള US-ലെ ഹാർവാർഡ് ലോ സ്കൂൾ സെൻറ്ററിൻ്റെ അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ വ്യവസായി ആരാണെന്ന് ചോദിച്ചാൽ അത് രത്തൻ ടാറ്റയാണ്. രത്തൻ ടാറ്റ. അപ്പോൾ ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ, നമ്മൾ ഈ ബിസിനസ്സുകാർക്കല്ലേ എന്തിൻ്റെങ്കിലുമൊക്കെ ഓർഡർ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഓർഡർ ഓഫ് ഓസ്ട്രേലിയയുടെ ഓർഡർ ലഭിച്ചത് ആരാണെന്ന് ഓർത്തിരിക്കുക? രത്തൻ ടാറ്റയാണെന്ന് ഓർത്തിരിക്കുക. രത്തൻ ടാറ്റയ്ക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇത് ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇത് ലഭിച്ച ഇന്ത്യൻ വ്യവസായിയാണ് രത്തൻ ടാറ്റ. ഓക്കെ, ഇനി നമുക്ക് കേരള പുരസ്കാരങ്ങൾ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് 2023 രണ്ടാമത് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് T പത്മനാഭനാണ്. ഒന്നാമത് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. രണ്ടാമത് കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ T പത്മനാഭനാണെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത് കേരള പ്രഭ പുരസ്കാരം നേടിയത് 2 പേരാണ്. ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവിയും 2 സൂര്യ കൃഷ്ണമൂർത്തിയും. അപ്പം നമ്മുടെ ഏത് പുരസ്കാരം? കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്കും അതേപോലെ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും ആണെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭ ചൊരിയുന്ന ഒരാളല്ലേ സൂര്യൻ. അപ്പോൾ പ്രഭ എന്ന് പറയുന്ന കേരള പ്രഭ ആർക്ക് കിട്ടി? സൂര്യ കൃഷ്ണമൂർത്തിക്ക് കിട്ടി. കൂടെ ആരുണ്ടായിരുന്നു? നമ്മുടെ ഫാത്തിമ ബീവിയും ഉണ്ടായിരുന്നു. അപ്പം 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭനാണ്. കേരള പ്രഭയാണെങ്കിൽ സൂര്യ കൃഷ്ണമൂർത്തിക്കും അതേപോലെ തന്നെ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ആ കാറ്റഗറിയിൽ തന്നെ ഒരു പുരസ്കാരമാണ് കേരള ശ്രീ പുരസ്കാരം. 2023 കേരള ശ്രീ പുരസ്കാരത്തിന് മൊത്തത്തിൽ 5 പേര് അർഹരായിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. പുനലൂർ സോമരാജൻ. നമുക്കറിയാം പുനലൂർ സോമരാജൻ പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ആളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പുനലൂർ സോമരാജൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡാണ് ലഭിച്ചത് കേരള ശ്രീ പുരസ്കാരം.
അടുത്തത് ഡോക്ടർ വി.പി. ഗംഗാധരൻ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്, ഓങ്കോളജിസ്റ്റ് ആണ്. അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. ആരെന്ന് പറയുന്നത് നമ്മുടെ വി.പി. ഗംഗാധരൻ എന്ന് പറയുന്നത്. അടുത്തത് D.C. രവി, വ്യവസായം. നമുക്കറിയാവുന്നതാണ് DC ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ DC ബുക്സിൻ്റെ ഉടമയാണ് ആരെന്ന് പറയുന്നത് D.C. രവി എന്ന് പറയുന്നത്. അപ്പം പുല്ലൂർ സോമരാജന് സാമൂഹ്യ സേവനത്തിനും ഡോക്ടർ വി.പി. ഗംഗാധരൻ ആരോഗ്യത്തിനും D.C. രവി അദ്ദേഹം DC ബുക്സിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹം വ്യവസായവുമായി ബന്ധപ്പെട്ട ആളാണ്, വ്യവസായത്തിന് ലഭിച്ചു. ഇനിയുള്ളത് K.M. ചന്ദ്രശേഖറാണ്, സിവിൽ സർവീസിനാണ് K.M. ചന്ദ്രശേഖരന് അവാർഡ് ലഭിച്ചത്. പണ്ഡിറ്റ് രമേശ് നാരായൺ, അദ്ദേഹം ഏത് കാറ്റഗറിയാണ്? നമ്മുടെ സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംഗീതത്തിൻ്റെ കാറ്റഗറിയിലും എന്ത് കിട്ടി? കേരളശ്രീ കിട്ടി. കേരളശ്രീ. അപ്പം ഈ 2023 കേരളശ്രീ അവാർഡ് ലഭിച്ചത് 5 പേർക്കാണ്. ഇതിനകത്ത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിന് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 പുല്ലൂർ സോമരാജനാണ്, 2 ഡോക്ടർ വി.പി. ഗംഗാധരൻ, 3 D.C. രവി, 4 K.M. ചന്ദ്രശേഖറും, 5-മത്തത് പണ്ഡിറ്റ് രമേശ് നാരായണനുമാണ് എന്ത് ചെയ്തത്? കേരള ശ്രീ പുരസ്കാരം ലഭിച്ചതാണ്. കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇത് 2ാമത് കേരള പുരസ്കാരമാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം 2023 ലഭിച്ചത് കേരളത്തിൽ നിന്നുള്ള ഒരു അംഗത്തിന് ലഭിച്ചു. അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് ജോൺ ബ്രിട്ടാസ് ആണ്. അപ്പോൾ 2023 മികച്ച പാർലമെന്റേറിയനുള്ള ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണെന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ അവാർഡ് 2023 നേടിയത് വയനാട് കളക്ടറായിരുന്ന A. ഗീതയാണ്. വയനാട് കളക്ടറായ A. ഗീതയ്ക്കാണ് കേരളത്തിലെ മികച്ച കളക്ടറിനുള്ള റവന്യൂ വകുപ്പിൻ്റെ 2023 അവാർഡ് ലഭിച്ചത്. ഇനി മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയതും വയനാട് ജില്ലയിലുള്ള സബ് കളക്ടറാണ്. അതായത് മാനന്തവാടിയുടെ സബ് കളക്ടറായ R. ശ്രീലക്ഷ്മിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ 2 പേരുടെയും ജില്ല ഒന്ന് തന്നെയാണ്. അപ്പം മികച്ച കളക്ടറിനുള്ള 2023 റവന്യൂ വകുപ്പിൻ്റെ അവാർഡ് നേടിയത് A. ഗീതയാണ്. ഏത് ജില്ലയുടെ കളക്ടറാണെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയുടെയാണ്. മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചതും ഒരു വനിതയ്ക്ക് തന്നെയാണ്, ശ്രീലക്ഷ്മിക്കാണ്. R. ശ്രീലക്ഷ്മി, വയനാട് അല്ലെങ്കിൽ മാനന്തവാടി സബ് കളക്ടറാണ് ആരെന്ന് പറയുന്നത്? R. ശ്രീലക്ഷ്മി എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം, അതായത് ഷെവലിയർ പുരസ്കാരമാണ് അവരുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം. ഇത് നേടിയ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ V.R. ലളിതാംബിക. നമ്മുടെ ISROയിലെ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ V.R. ലളിതാംബിക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എസ്പെഷ്യലി ISRO വളരെ വലിയ അച്ചീവ്മെൻറ്റ്സിനടുത്ത് നിൽക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ V.R. ലളിതാംബിക എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നതമായ സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് ISRO ശാസ്ത്രജ്ഞയായിരുന്ന ആര്? ഡോക്ടർ V.R. ലളിതാംബിക. ഡോക്ടർ V.R. ലളിതാംബിക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് 2023 നാഷണൽ ജോഗ്രഫിക്കിൻ്റെ പിക്ചേഴ്സ് ഓഫ് ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഫോട്ടോഗ്രാഫറിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് കാർത്തിക് സുബ്രഹ്മണ്യം. കാർത്തിക് സുബ്രഹ്മണ്യത്തിനാണ് 2023 നാഷണൽ ജോഗ്രഫിക്കിൻ്റെ പിക്ചേഴ്സ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കാർത്തിക് സുബ്രഹ്മണ്യമാണെന്ന് ഓർത്തിരിക്കാം. ഇനി ഒമാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ മലയാള സിനിമയാണ് ആയിഷ. ഒമാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിഷയാണ്. ഇനി ജേർണലിസത്തിൻ്റെ മികവിന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകുന്ന രാജാറാം മോഹൻ റോയ് ദേശീയ അവാർഡ് 2023 ലഭിച്ച വ്യക്തിയാണ് A.B.K. പ്രസാദ്. ഇദ്ദേഹത്തിനാണ് ആ പുരസ്കാരം ലഭിച്ചത്. അതായത് രാജാറാം മോഹൻ റോയ് ദേശീയ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് A.B.K. പ്രസാദിനാണ്. ഏത് മേഖലയിൽ കൊടുക്കുന്ന അവാർഡാണിത്? ഇത് ജേർണലിസത്തിലെ മികവിന് കൊടുക്കുന്ന അവാർഡാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2022 മിസ്സിസ് വേൾഡ് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സർഗം കൗശാൽ. ജമ്മു കാശ്മീരിലാണ് ഇത് ലഭിച്ചത്. സർഗം കൗശാൽ. അതായത് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുരസ്കാരം ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത്. അപ്പോൾ 2022 മിസ്സിസ് വേൾഡ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സർഗം കൗശാലാണ്. ജമ്മു കാശ്മീരുകാരിയാണ് സർഗം കൗശാൽ എന്ന് പറയുന്നത്. ഇനി
കേന്ദ്ര സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം കേന്ദ്ര സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ അമൃത പുരസ്കാരം നേടിയ വ്യക്തിയാണ് എൻ അപ്പുണ്ണിത്തരകൻ. എൻ അപ്പുണ്ണിത്തരകൻ അമൃത് പുരസ്കാരമാണ്. അമൃത് പുരസ്കാരം കേന്ദ്ര സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ അമൃത് പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ അപ്പുണ്ണിത്തരകനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളി ചമയത്തിലാണ് ഇദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ളത്. അതായത് എൻ അപ്പുണ്ണിത്തരകൻ കഥകളി ചമയത്തിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് എൻ അപ്പുണ്ണിത്തരകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്തത്? കേന്ദ്ര സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ അമൃത് പുരസ്കാരം ലഭിച്ചത്. ഇനി സംസ്ഥാന സർക്കാർ ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന വയോസേവന പുരസ്കാരം 2023 2 വ്യക്തികൾ പങ്കിട്ടു. അതിൽ ഒരാൾ മധുവാണ്, ചലച്ചിത്രതാരം മധുവാണ്. രണ്ടാമത്തെ ആള് ചെറുവയൽ രാമനാണ്. ചെറുവയൽ രാമൻ ഇദ്ദേഹം കൃഷിയുമായി ബന്ധപ്പെട്ട ആളാണ്. അതായത് നെൽവിത്തുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നെൽവിത്തുകളുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ചെറുവയൽ രാമൻ. നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഈ റീസെൻ്റ്ലി അദ്ദേഹത്തിന് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം സംസ്ഥാന സർക്കാർ ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന വയോസേവന പുരസ്കാരം 2023 നേടിയത് ചലച്ചിത്ര രംഗത്ത് നിന്ന് മധുവും കൃഷിയുടെ രംഗത്ത് നിന്ന് ആർക്കാണ്? ചെറുവയൽ രാമനുമാണ്. നെല്ലച്ചൻ എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. നെൽവിത്തുകളുടെ സംരക്ഷണമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ചെറുവയൽ രാമൻ എന്ത് കിട്ടുന്നത്? ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തോടൊപ്പം ഈ പുരസ്കാരം ഷെയർ ചെയ്തത് മധുവാണ്, ചലച്ചിത്ര നടൻ. ഇനി നമുക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നോക്കാം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ഈ 5 പേരുടെ പേരിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇവർ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളതായിരിക്കും. അപ്പം കേന്ദ്ര സംഗീത നാടക അക്കാദമി കേരളത്തിൽ നിന്ന് 5 പേർക്ക് ലഭിച്ചു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആൾ തന്നെ ഇതിനകത്തുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുണ്ണിത്തരകനുണ്ട്. കഥകളി സമയത്തിൽ പ്രാവീണ്യമുള്ള അപ്പുണ്ണിത്തരകനാണ് ഇതിനകത്തിലെ ഒരു അവാർഡ് വിന്നർ എന്ന് പറയുന്നത്. നാടകരചനയുടെ കാറ്റഗറിയിൽ CL ജോസ് ഈ പുരസ്കാരം നേടിയപ്പോൾ ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം പ്രഭാകരൻ രണ്ടാമത്തെ ജേതാവായി. ഇനി ഭരതനാട്യത്തിൻ്റെ കാറ്റഗറിയിൽ വിലാസിനി ദേവി കൃഷ്ണപിള്ള എന്ത് ചെയ്തു? കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടി. കർണാടക സംഗീതത്തിൽ മങ്ങാട് കെ നടേശൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാറ്റഗറി തിരിക്കാനാണെങ്കിൽ കഥകളി സമയം നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പുണ്ണിത്തരകൻ. അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഭരതനാട്യം പൊതുവെ സ്ത്രീകൾ ആണല്ലോ. അപ്പം വിലാസിനി ദേവി കൃഷ്ണപിള്ള എന്ത് ചെയ്തു? ഭരതനാട്യം കാറ്റഗറിയിൽ അവാർഡ് വിന്നറായി. കർണാടക സംഗീതം മങ്ങാട് കെ നടേശനാണ് എന്ത് ചെയ്തത്? കർണാടക സംഗീതത്തിൽ ഈ ഒരു അവാർഡ് നേടിയത്. ഇനി നാടകരചനയ്ക്കാണ് CL ജോസ് ഇദ്ദേഹമാണ് CL ജോസ്. അപ്പം നാടകരചനയ്ക്കാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത്. ഓട്ടംതുള്ളൽ കാറ്റഗറിയിൽ ലഭിച്ച വ്യക്തിയാണ് കലാമണ്ഡലം പ്രഭാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ആർക്ക് ലഭിച്ചു? 5 പേർക്കാണ് ലഭിച്ചത്. ഇവരുടെ പേരും ഇവരുടെ ഈ ഒരു കാറ്റഗറിയാണ് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച CL ജോസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും പ്രധാനമായിട്ട് ചോദ്യം വരിക. അപ്പോൾ ഈ കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി വനിതാരത്ന പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണെന്ന് നോക്കാം. അതായത് വനിതാരത്നം പുരസ്കാരം ലഭിച്ചതിൽ ഏറ്റവും ആദ്യത്തെ വ്യക്തി KC ലേഖയാണ്. ഇതും ഈ പറയുന്ന പോലെ മേഖലയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളും മേഖല ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും മേഖലയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കായിക മേഖലയിലെ പ്രകടനത്തിനാണ് KC ലേഖയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത്. രണ്ടാമത് നിലമ്പൂർ ആയിഷയ്ക്കാണ്. അതായത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിതകളുടെ കാറ്റഗറിയിലാണ് നിലമ്പൂർ ആയിഷയ്ക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇനി ലക്ഷ്മി എൻ മേനൻ ഈ ഒരു അവാർഡ് ലഭിച്ചത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് ലക്ഷ്മി എൻ മേനന് വനിതാരത്നം പുരസ്കാരം ലഭിച്ചു. ഡോക്ടർ RS സിന്ധുവിന് ഈ അവാർഡ് ലഭിച്ചത് വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും നൽകിയ സംഭാവനകളെ മാനിച്ചാണ്. ഈ ഡോക്ടർ RS സിന്ധു എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അപ്പോൾ KC ലേഖ കായിക മേഖല, നിലമ്പൂർ ആയിഷ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച വനിതകളുടെ കാറ്റഗറിയിലും, ലക്ഷ്മി എൻ മേനൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിലും അവാർഡ് നേടി. അപ്പോൾ ഇവിടെ ഡോക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അപ്പം അവർ വിദ്യാഭ്യാസ മേഖലയും അതേപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് വനിതാരത്നം പുരസ്കാരം ലഭിച്ചത്.
നിലമ്പൂർ ആയിഷയും ലക്ഷ്മിയൻ മേനനുമാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. KC ലേഖ നമുക്ക് അറിയാം, കായിക മേഖലയിലുള്ള വ്യക്തിയാണെന്ന് നമുക്ക് അറിയാം. ഇനി ശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാരമാണ്, അതായത് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. 45 വയസ്സിന് താഴെ പ്രായമുള്ള രാജ്യത്തെ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം എന്ന് പറയുന്നത്. അതായത് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർക്ക്, ശാസ്ത്ര ഗവേഷകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. അപ്പോൾ 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായത് ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ A.T. ബിജു. ഡോക്ടർ A.T. ബിജുവിനാണ് 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചത്. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് നൽകുന്ന വിവിധ പുരസ്കാരങ്ങളുടെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ പേരാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ എന്നാക്കി. അപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് നൽകുന്ന വിവിധ പുരസ്കാരങ്ങളുടെ പേര് കേന്ദ്ര സർക്കാർ മാറ്റി എന്താക്കി രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ എന്നാക്കിയിട്ടുണ്ട്. അപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയിൽ തന്നെ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരത്തിന് ഒരു മലയാളി അർഹനായി. 2022 അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ആ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ A.T. ബിജു എന്ന് പറയുന്നത്. അപ്പം ഇത് കൊടുക്കുന്നതിന് പ്രത്യേകത വെച്ചാൽ 45 വയസ്സിന് താഴെയുള്ള രാജ്യത്തെ ശാസ്ത്ര ഗവേഷണം നടത്തുന്ന ആൾക്കാർക്ക് നൽകുന്ന പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി രാജ്യാന്തര തലത്തിൽ അധ്യാപകർക്കുള്ള US സർക്കാരിൻ്റെ ഫുൾ ബ്രൈറ്റ് അവാർഡ് നേടിയ മലയാളിയാണ് ബെന്നി വർഗീസ്. ബെന്നി വർഗീസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു അവാർഡ് കിട്ടി. അതായത് രാജ്യാന്തര തലത്തിൽ അധ്യാപകർക്കുള്ള US സർക്കാരിൻ്റെ അവാർഡാണ് ഏതെന്ന് പറഞ്ഞാൽ ഫുൾ ബ്രൈറ്റ് അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് നേടിയ മലയാളിയാണ് ബെന്നി വർഗീസ് എന്ന് പറയുന്നത്. ഇനി UK ഫിഷറീസ് സൊസൈറ്റി ഓഫ് ദ ബ്രിട്ടീഷ് ഐൽസ് പുരസ്കാരം നേടിയ മലയാളിയാണ് ഡോക്ടർ രാജീവ് രാഘവൻ. ഇദ്ദേഹം നമ്മുടെ കുഫോസിലെ ഫാക്കൽറ്റിയാണ്. UK ഫിഷറീസ് സൊസൈറ്റി ഓഫ് ബ്രിട്ടീഷ് ഐൽസ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ് രാഘവൻ. ഇദ്ദേഹം നിലവിൽ കുഫോസിലെ ഫാക്കൽറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി ലോ ട്രസ്റ്റ് നൽകി വരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം 2023 ലഭിച്ചത് നമ്മുടെ ഉമ്മൻചാണ്ടിക്കാണ്. 2023 ഈ അവാർഡ് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായാണ് ഉമ്മൻചാണ്ടിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പം ലോ ട്രസ്റ്റ് നൽകി വരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉമ്മൻചാണ്ടിക്കാണ്. അപ്പം ഉമ്മൻചാണ്ടിക്ക് ഈ പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. ഇദ്ദേഹം അന്തരിച്ച ദിവസം എന്നാണ് 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിച്ചത്. ഇപ്പോൾ വിയോഗങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഇപ്പോൾ ചോദിക്കുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ കറക്റ്റ് ഡേറ്റ് ആണ് ചോദിക്കുന്നത്, വർഷമല്ല. അപ്പം നമ്മുടെ ലതാ മങ്കേഷ്കർ മരിച്ച ദിവസം ഡേറ്റോട് കൂടിയായിരുന്നു PSC പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയാണ് വിയോഗങ്ങൾ ചോദിക്കുന്നത്. അപ്പം നമുക്കത് വിയോഗങ്ങളുടെ കാറ്റഗറിയിൽ അങ്ങനെ തന്നെ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 2023 ജൂലൈ 18 എന്ത് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയത് ലോ ട്രസ്റ്റ് നൽകുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം 2023 ലഭിച്ചത്. ഉമ്മൻചാണ്ടിക്കാണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഏഷ്യൻ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന മക്സസെ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരനാണ് ഡോക്ടർ ആർ രവി കണ്ണൻ എന്ന് പറയുന്നത്. അപ്പം ഏഷ്യൻ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ് മക്സസെ പുരസ്കാരമാണ്. ഈ പുരസ്കാരം 2023 ലഭിച്ച വ്യക്തിയാണ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആർ രവി കണ്ണനാണ്. ഇദ്ദേഹത്തോടൊപ്പം മറ്റു 3 പേരും കൂടി ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇന്ത്യക്കാരനാണ് ആരെന്ന് പറഞ്ഞ ഡോക്ടർ ആർ രവി കണ്ണൻ എന്ന് പറയുന്നത്. അപ്പം ഏഷ്യൻ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന മക്സസെ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആർ രവി കണ്ണനാണെന്ന് ഓർത്തിരിക്കാം. ഇനി 2023 ലോക ഭക്ഷ്യ പുരസ്കാരത്തിന് വേൾഡ് ഫുഡ് പ്രൈസിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് സ്വാതി നായക്. അപ്പം 2023 ലോക ഭക്ഷ്യ പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് സ്വാതി നായക്. അപ്പം മക്സസെ പുരസ്കാരത്തിന് അർഹനായ 2023 അർഹനായ ഇന്ത്യക്കാരനാണെന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആർ കണ്ണനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതേപോലെ തന്നെ 2023 ലോക ഭക്ഷ്യ
പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വാതി നായകാണെന്ന് ഓർത്തിരിക്കാം. ഇനി 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വഹീദ റഹ്മാനാണ്. വഹീദ റഹ്മാനാണ്. 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വഹീദ റഹ്മാനാണ്. ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് ഇതും. ഇനി 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് വിഷ്ണു ഗോപാലാണ്. വിഷ്ണു ഗോപാൽ. ഇതും ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്. 2023 ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളിയാണ് ആരെന്ന് പറയുന്നത് വിഷ്ണു ഗോപാൽ എന്ന് പറയുന്നത്. ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് ആയതുകൊണ്ടും അത് നേടിയതൊരു മലയാളി ആയതുകൊണ്ടും ഇതും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. വിഷ്ണു ഗോപാലാണ് ഈ അവാർഡിന് അർഹനായതെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന സർക്കാർ നൽകുന്ന ഭരണഭാഷാ പുരസ്കാരം 2023 നേടിയ ജില്ല ഏതാണെന്ന് ചോദിക്കും. അത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന ഭരണഭാഷാ പുരസ്കാരം 2023 നേടിയത് മലപ്പുറം ജില്ലയാണ്. ഇനി 2023 ഉത്തരവാദ ഗ്ലോബൽ ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിനാണ് എന്ത് ചെയ്തത് ഉത്തരവാദ ഗ്ലോബൽ ടൂറിസം അവാർഡ് ലഭിച്ചത്. ഇനി 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചലച്ചിത്രമാണ് ആട്ടം എന്ന് പറയുന്നത്. ആട്ടം. അപ്പം 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിലെ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ ചിത്രമാണ് ആട്ടം എന്ന് പറയുന്ന ചിത്രം. അടുത്തത് 2023 സഖറോവ് പുരസ്കാര ബഹുമതിയാണ്. സഖറോവ് പുരസ്കാര ബഹുമതിയാണ്. മക്സ അമിനിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അതായത് വെറും 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഈ പെൺകുട്ടി ഇറാനിലെ നമ്മുടെ സദാചാര പോലീസുകാരുടെ ആക്രമണമേറ്റാണ് മരണപ്പെടുന്നത്. വെറും 22 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2023 സഖറോവ് പുരസ്കാര ബഹുമതി മരണാനന്തരം നേടിയ ഇറാനിയൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് മക്സ അമിനിയാണ്. മക്സ അമിനി 22കാരിയായിരുന്ന മക്സ അമിനിയാണ് ഈ ഒരു പുരസ്കാരം നേടിയത്. ഇത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് ലഭിച്ചത് അങ്ങനെ മികച്ച പോലീസ് സ്റ്റേഷൻ നൽകുന്ന അവാർഡാണ് 2023 ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി. ഈ ഒരു ട്രോഫി കരസ്ഥമാക്കിയത് നമ്മുടെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് ലഭിച്ചത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനാണ്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് 2ാമത്തെ സ്ഥാനം ലഭിച്ചു. അതേപോലെ തന്നെ വിതുര പോലീസ് സ്റ്റേഷന് 3ാം സ്ഥാനവും ലഭിച്ചു. അപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് ഫസ്റ്റും കണ്ണൂരിന് സെക്കൻഡും വിതുരയ്ക്ക് 3rd പ്രൈസ് ലഭിച്ചു. ഏത് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ലഭിച്ച പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെരിന്തൽമണ്ണ ഫസ്റ്റും കണ്ണൂർ സെക്കൻഡും അതേപോലെ തന്നെ വിതുര 3rdും ലഭിച്ചു എന്നാലോചിക്കുക. ഇനി ഏറ്റവും മികച്ച ക്ഷീര സഹകരണ സംഘത്തിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഗോപാൽ രത്ന പുരസ്കാരം നേടിയ കേരളത്തിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘമാണ്. പുൽപ്പള്ളി. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനാണ് എന്ത് കിട്ടിയത് ഏറ്റവും മികച്ച ക്ഷീര സഹകരണ സംഘത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന ഗോപാൽ രത്ന പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം കേരളത്തിലെ നമ്മുടെ ഒരു ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനാണ് ലഭിച്ചത്. അത് പുൽപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘമാണ്. ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ പുൽപ്പള്ളി എവിടെയാണ്? വയനാട് ജില്ലയാണ്. നമുക്കറിയാം പുൽപ്പള്ളി ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ്. ഇനി അടുത്തത് നമുക്ക് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പുരസ്കാരങ്ങൾ നേടിയ വനിതകളെ കുറിച്ച് നോക്കാം. അതായത് ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ടെയ്ലർ സ്വിഫ്റ്റിനെയാണ്. ടെയ്ലർ സ്വിഫ്റ്റിനെയാണ് എന്ത് ചെയ്തത് ടൈം മാഗസിൻ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ടെയ്ലർ സ്വിഫ്റ്റിനെയാണ്. ഇനി അടുത്തത് 2023 ഫോബ്സ് മാഗസിൻ പ്രസിദ്ധപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് എത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ
ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്. ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്. ഇവർ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് നിലവിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ 2023 ഫോബ്സ് മാഗസിൻ പ്രസിദ്ധപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ആദ്യത്തെ സ്ഥാനത്തുള്ളത് നമ്മുടെ ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി US വൈസ് പ്രസിഡന്റ് നമുക്കറിയാം ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ആണ് ഈ പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തിയത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും 32-ാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നുള്ള വനിതകളിൽ നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്തോടു കൂടി ഇന്ത്യയിൽ നിന്നുള്ള വനിതകൾ 1-ാമതെത്തി. അപ്പം ടൈം മാഗസിൻ്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ആർക്കാണെന്ന് ചോദിച്ചാൽ ടൈലർ സ്വിഫ്റ്റിനാണെന്ന് ഓർത്തിരിക്കുക. 2023 ഫോബ്സ് മാഗസിൻ പ്രസിദ്ധപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും ശക്തരായ വുമൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഫസ്റ്റിലെത്തിയത് ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്. ഉർസുല വോൺ ഡെർ ലെയ്ൻ ആണ്. US വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് 3-ാം സ്ഥാനത്തും ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്തും എത്തി. 32-ാം സ്ഥാനത്തെത്തിയ നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിത, അല്ലെങ്കിൽ ആ പട്ടികയിൽ ആദ്യത്തെ ഇന്ത്യക്കാരി എന്ന് പറയുന്നത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഈ ഒരു പ്ലേസ് ജസ്റ്റ് ഓർത്തിരിക്കാം, 32 എന്നുള്ള ആ ഒരു നമ്പർ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം. അതായത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു എന്ന് വേണം ചോദിക്കാം. അതാണ് ഗുഡ് ബൈ ജൂലിയ. ഗുഡ് ബൈ ജൂലിയ എന്ന ചിത്രമാണ് എന്ത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഉദ്ഘാടന ചിത്രം. ഇനി 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സുവർണ ചകോരം, എപ്പോഴും PSC ചോദിക്കുന്നതാണ് സുവർണ ചകോരം നേടിയ ചിത്രം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ജാപ്പനീസ് ചിത്രമാണ് എന്ത് ചെയ്തത്? സുവർണ ചകോരം നേടിയത്. ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ പേരുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാക്കി പഠിക്കുന്നതാണ് എളുപ്പം. അപ്പം ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള ജാപ്പനീസ് ചിത്രത്തിനാണ് എന്ത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സുവർണ ചകോരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കാം. ഇനി ഇതേപോലെ ഈ പറയുന്ന മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഷോക്കർ ഖോലിക്കോവ് ആണ്. ചിത്രം സൺഡേ എന്ന ചിത്രത്തിൻ്റെ സംവിധായകത്തിന് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം. അപ്പോൾ സുവർണ ചകോരം ലഭിച്ചത് ആർക്കാണ്? ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിനാണ് രജത ചകോരം ലഭിച്ചത്. സംവിധായകൻ്റെ പേരാണ് ഷോക്കർ ഖോലിക്കോവ്. ചിത്രം സൺഡേ എന്ന ചിത്രത്തിൻ്റെ സംവിധായകത്തിനാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ഇനി 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച മലയാളം ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രമാണ് ആട്ടം. സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് സംവിധായകൻ. അപ്പോൾ വേണേൽ ചോദിക്കാം 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ആട്ടം സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആനന്ദ് ഏകർഷിയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. അപ്പോൾ ആട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദ് ഏകർഷിയാണെന്ന് ഓർത്തിരിക്കുക. ആനന്ദ് ഏകർഷി. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മികച്ച നവാഗത സംവിധാനത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ഒരു വനിതയ്ക്കാണ്. ആ ആളുടെ പേരാണ് ശ്രുതി ശരണ്യ. ശ്രുതി ശരണ്യയ്ക്കാണ് എന്ത് ലഭിച്ചത്? 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രുതി ശരണ്യയ്ക്കാണ്. എന്താണ് ഈ ഫിപ്രസി പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച നവാഗത സംവിധായകർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ഫിപ്രസി പുരസ്കാരം എന്ന് പറയുന്നത്. ഏത് ചിത്രത്തിനാണ് ഇത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ് ശ്രുതി ശരണ്യയ്ക്ക് ഈ അവാർഡ് ലഭിച്ചത്. ഇനി നമ്മുടെ 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ കെനിയൻ സംവിധായികയാണ് വനൂരി കഹിയു. അപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഈ ചലച്ചിത്രോത്സവത്തിൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കെനിയൻ സംവിധായികയായ വനൂരി കഹിയുവിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പോൾ മികച്ച നവാഗത സംവിധാനത്തിനുള്ള അവാർഡാണ് ഏതെന്ന് പറയുന്നത് ഫിപ്രസി പുരസ്കാരം എന്ന് പറയുന്നത്. ഈ ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യയ്ക്കാണ്. B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അതേപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെനിയൻ സംവിധായികയായ വനൂരി കഹിയുവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനിയും സ്വരാജ് ട്രോഫി
നമുക്കറിയാം PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. സ്വരാജ് ട്രോഫി 2022-23 ആർക്കാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് മികച്ച ഗ്രാമപഞ്ചായത്തിന് ഉള്ള പുരസ്കാരത്തിൽ ഫസ്റ്റ് കിട്ടിയത് വലിയ പറമ്പയ്ക്കാണ്. കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പയാണ് എന്ത് ചെയ്തത്? 1ാം സ്ഥാനം. വലിയ അവാർഡ് നേടിയ ആരാണ്? വലിയ പറമ്പയാണ്. അപ്പോൾ 1ാം സ്ഥാനമല്ലേ ഏറ്റവും വലിയ അവാർഡ്, ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സ്ഥാനം ലഭിച്ചത് വലിയ പറമ്പയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. 1ാം സ്ഥാനം ഇത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. 2ാം സ്ഥാനം ലഭിച്ചത് മുട്ടാറിനാണ്. ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിനാണ് എന്ത് കിട്ടിയത്? 2ാം സ്ഥാനം കിട്ടിയത്. 3ാം സ്ഥാനം ലഭിച്ചത് മരങ്ങാട്ടുപള്ളിയാണ്. മരങ്ങാട്ടുപള്ളി ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ് മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്. അപ്പം മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം ലഭിച്ചത് വലിയ പറമ്പയ്ക്കാണ്. വലിയ പറമ്പ് കാസർഗോഡ് ജില്ലയിലാണ്. 2ാം സ്ഥാനം ലഭിച്ചത് മുട്ടാറിനാണ്, ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിനാണ്. 3ാം സ്ഥാനം ലഭിച്ചത് മരങ്ങാട്ടുപള്ളി കോട്ടയം. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിനാണ്. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, അതിൽ 1ാം സ്ഥാനം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലേശ്വരം കാസർഗോഡിനും പെരുമ്പടപ്പ് മലപ്പുറത്തിനും വൈക്കം കോട്ടയത്തിനും, ഈ 3 പേരും കൂടി ഇത് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നീലേശ്വരം, നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലാണ് നീലേശ്വരം. പെരുമ്പടപ്പ് മലപ്പുറത്തെ പെരുമ്പടപ്പിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വൈക്കം കോട്ടയം. അപ്പോൾ ഈ 3 സ്ഥലങ്ങളുമാണ് എന്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം ഷെയർ ചെയ്തത് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് മികച്ച ജില്ലാ പഞ്ചായത്താണ്. ഒബ്വിയസ്ലി വന്നത് ആരാണ്? തിരുവനന്തപുരത്തിനാണ് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം ലഭിച്ചത്. 2ാം സ്ഥാനം ലഭിച്ചത് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലത്തിനാണ്. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് 1ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലം ജില്ലയ്ക്കുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി മികച്ച നഗരസഭ മുനിസിപ്പാലിറ്റി, ഇതിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഗുരുവായൂരിനാണ്. തൃശ്ശൂരിലെ ഗുരുവായൂരിനാണ് മികച്ച നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കാറ്റഗറിയിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഇനി 2ാം സ്ഥാനം ലഭിച്ചത് വടക്കാഞ്ചേരിയാണ്. തൃശ്ശൂരിലെ വടക്കാഞ്ചേരിക്കാണ് എന്ത് ചെയ്തത്? 2ാം സ്ഥാനം ലഭിച്ചത്. ഇനിയും 3ാം സ്ഥാനം ലഭിച്ചത് ആന്തൂറിനാണ്. 3ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? ആന്തൂറിനാണ്. 3ാം സ്ഥാനമാണ്. 3ാം സ്ഥാനം ലഭിച്ചത് ആന്തൂരിനാണ്. ആന്തൂർ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണെന്ന് ഓർത്തിരിക്കുക. കണ്ണൂർ ജില്ല. അപ്പോൾ 1ാം സ്ഥാനം ലഭിച്ചത് ഗുരുവായൂർ തൃശ്ശൂരിനും 2ാം സ്ഥാനം ലഭിച്ചത് വടക്കാഞ്ചേരിയാണ് തൃശ്ശൂർ. 3ാം സ്ഥാനം ലഭിച്ചത് ആന്തൂരാണ് കണ്ണൂർ ജില്ല. ഇനി മികച്ച മുനിസിപ്പൽ കോർപ്പറേഷന് ഉള്ള അവാർഡിൽ 1ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരത്തിനാണ്. അപ്പോൾ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനിൽ 1ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. മികച്ച ജില്ലാ പഞ്ചായത്തിലും 1ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണെന്ന് ഓർത്തിരിക്കുക. 2ാം സ്ഥാനം തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് കിടന്ന കൊല്ലം ജില്ലയ്ക്കുമായിരുന്നു. ഇനി അടുത്ത പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. അതായത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ സിനിമ എന്നത് ഇനി ആർക്കാണ് ആ ഒരു അവാർഡുള്ളത്? RRR എന്ന് പറയുന്ന ചിത്രത്തിനാണ് ആ ഒരു റെക്കോർഡുള്ളത്. അതായത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? RRR എന്ന് പറയുന്ന ചിത്രം. നമ്മുടെ രാജമൗലി സംവിധാനം ചെയ്ത RRR എന്ന് പറയുന്ന ചിത്രം. ഇനി ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമാക്കി നൽകി വരുന്ന ക്രിട്ടിക് ചോയ്സ് അവാർഡ് 2023 നേടിയ ഇന്ത്യൻ ചിത്രവും ഏത് തന്നെയാണ്? RRR തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 JC ഡാനിയൽ പുരസ്കാരം, PSC ചോദിക്കാറുള്ളൊരു പുരസ്കാരമാണ്. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് TV ചന്ദ്രനാണ്. TV ചന്ദ്രനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗോൾഡ് അവാർഡ് നേടിയത് കേരളത്തിലെ ഏത് പഞ്ചായത്താണെന്ന് ചോദിച്ചാൽ അത് കാന്തല്ലൂരാണ്. ഇടുക്കി അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കാന്തല്ലൂർ എന്ന് പറയുന്നത് ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. അപ്പം മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ പഞ്ചായത്താണ് ഏതെന്ന് പറയുന്നത്? കാന്തല്ലൂർ. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ TV ചന്ദ്രനാണെന്ന് ഓർത്തിരിക്കുക. TV ചന്ദ്രൻ. അടുത്തത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. അപ്പം നമുക്കറിയാം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഏതാണ്? നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രത്തിന് തന്നെയാണ് മികച്ച
ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി തന്നെയാണ് മികച്ച നടനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇനി ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്നാത്താൻ കേസുകൊട എന്ന ചിത്രമാണ്. അപ്പം മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നൻപകൽ നേരത്ത് മയക്കവും, മികച്ച ജനപ്രിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാത്താൻ കേസുകൊട എന്നുള്ള ചിത്രവുമാണ്. ഇനി മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മഹേഷ് നാരായണനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് അറിയിപ്പ്. അറിയിപ്പ് എന്ന ചിത്രം സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് എന്ത് ചെയ്തത്? മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. ഏത് ചിത്രം? നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രം. അപ്പം മികച്ച നടിയും മികച്ച നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിൻസി അലോഷ്യസ് ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ രേഖ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിൻസി അലോഷ്യസ് ആണ് മികച്ച നടി, മികച്ച നടൻ മമ്മൂട്ടിയാണ്. ഇനി മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാത്താൻ കേസുകൊട എന്ന ജനപ്രിയ ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ച രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് പല്ലൊട്ടി 90s കിഡ്സ് എന്ന ചിത്രത്തിനാണ്. പല്ലൊട്ടി 90s കിഡ്സ് എന്ന ചിത്രത്തിനാണ് എന്ത് ചെയ്തത്? മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള 2022 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി നമ്മുടെ രേഖയിലെ അഭിനയത്തിന് വിൻസി അലോഷ്യസ് ആണ്. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാത്താൻ കേസുകൊട എന്ന മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡിൻ്റെ തിരക്കഥ രചിച്ച രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണെന്നും ഓർത്തിരിക്കുക. ഇനി മികച്ച ആൺ ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മാസ്റ്റർ ഡാവിഞ്ചിക്കാണ് മികച്ച ആൺ ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അതേപോലെ മികച്ച പെൺ ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് തന്മയ സോളിനാണ്. മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിന്. മികച്ച ഗാന സംവിധാനത്തിനുള്ള പുരസ്കാരം എം ജയചന്ദ്രനാണ് ലഭിച്ചത്. അപ്പം മികച്ച ആൺ ബാലതാരം മാസ്റ്റർ ഡാവിഞ്ചിയും മികച്ച പെൺ ബാലതാരം തന്മയ സോളും മികച്ച ഗാനരചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റഫീഖ് അഹമ്മദാണ്. മികച്ച ഗാന സംവിധായകൻ നമ്മുടെ എം ജയചന്ദ്രനുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി മികച്ച ഗായകനുള്ള പുരസ്കാരം കപിൽ കപിലനാണ് ലഭിച്ചത്. മികച്ച ഗായകനുള്ള പുരസ്കാരം കപിൽ കപിലനും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം മൃദുല വാര്യർക്കുമാണ് ലഭിച്ചത്. മികച്ച ഗായകൻ കപിൽ കപിലനും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം മൃദുല വാര്യർക്കുമാണ് ലഭിച്ചത്. ഇനി 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗൗതം ഘോഷാണെന്ന് ഓർത്തിരിക്കുക. ഗൗതം ഘോഷാണ് ഈ ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂറിയുടെ അധ്യക്ഷനായിരുന്നത്. ഗൗതം ഘോഷാണ്. അടുത്തത് കർഷക പുരസ്കാരങ്ങളാണ്. ഒരു 4-5 കാറ്റഗറിയിലെ കർഷകർക്ക് കേരള സർക്കാർ കൊടുത്ത പുരസ്കാരങ്ങളാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം 2023 ലഭിച്ചത് KA റോയിമോനാണ്. KA റോയിമോൻ, വയനാട് ജില്ലക്കാരനായ KA റോയിമോനാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം നേടിയത്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വനിതയ്ക്കുള്ള പുരസ്കാരമാണ് കർഷക തിലകം എന്ന പുരസ്കാരം. അപ്പോൾ ഇത് ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി സിന്ധുലേഖ, പത്തനംതിട്ട ജില്ലക്കാരിയായ വി സിന്ധുലേഖയ്ക്കാണ് എന്ത് ചെയ്തത്? കർഷക തിലകം. അപ്പം തിലകമാണ് ഇന്ന് ആരാണ്? പൊതുവെ പെൺകുട്ടികളല്ലേ, അപ്പം സ്ത്രീകളാണ്. അപ്പോൾ കർഷക തിലകം എന്ന് പറയുന്നത് വനിതകൾക്ക് നൽകുന്ന പുരസ്കാരമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന മികച്ച കർഷകനുള്ള പുരസ്കാരമാണെങ്കിൽ കർഷകോത്തമ പുരസ്കാരമാണ് ലഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കർഷക തിലകം ലഭിച്ചത് വി സിന്ധുലേഖയാണ്, പത്തനംതിട്ട ജില്ലക്കാരിയാണ്. ഇനി മികച്ച കൃഷിഭവനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ VV രാഘവൻ പുരസ്കാരം 2023 ലഭിച്ചത് ആലത്തൂർ കൃഷിഭവനാണ്. ആലത്തൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ആലത്തൂർ കൃഷിഭവനാണ് എന്ത് ചെയ്തത്? മികച്ച കൃഷിഭവനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ VV രാഘവൻ പുരസ്കാരം. അപ്പോൾ മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് VV രാഘവൻ പുരസ്കാരമാണ്. ഇത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലത്തൂർ കൃഷിഭവനാണ്. ആലത്തൂർ കൃഷിഭവൻ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മികച്ച തെങ്ങ് കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരകേസരി പുരസ്കാരം.
കേര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തെങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം മികച്ച തെങ്ങ് കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേര കേസരി പുരസ്കാരം 2023 ലഭിച്ചത് പി രഘുനാഥനാണ്. പി രഘുനാഥൻ ഏത് ജില്ലക്കാരനാണ്? പാലക്കാട് ജില്ലക്കാരനാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ജൈവ കർഷകൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, ജൈവ കർഷകനായതുകൊണ്ട്. അപ്പം സംസ്ഥാന സർക്കാരിന് മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം 2023 ലഭിച്ചത് കെ ടി ഫ്രാൻസിസിനാണ്. കോഴിക്കോട് ജില്ലക്കാരനായ കെ ടി ഫ്രാൻസിസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കർഷകോത്തമ ലഭിച്ചത് റോയ്മോനാണ്. കർഷക തിലകം ലഭിച്ചത് ആർക്കാണ്? സിന്ധുലേഖയ്ക്കാണ്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആലത്തൂർ കൃഷിഭവനാണ്, പാലക്കാട് ജില്ലയിലെ. ആ പുരസ്കാരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് വി രാഘവൻ പുരസ്കാരം എന്ന് പറയുന്നത്. മികച്ച കൃഷിഭവന് കൊടുക്കുന്ന പുരസ്കാരമാണ്. ഇനി അടുത്ത പുരസ്കാരമാണ് മികച്ച തെങ്ങ് കർഷകനുള്ള പുരസ്കാരം, അതായത് കേര കേസരി പുരസ്കാരം 2023 ലഭിച്ചത് പി രഘുനാഥനാണ്, പാലക്കാട് ജില്ലയിലാണ്. ഇനി സംസ്ഥാന സർക്കാരിന് മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ലഭിച്ചത് കെ ടി ഫ്രാൻസിസ് ആണ്. കോഴിക്കോട് ജില്ലക്കാരനായ കെ ടി ഫ്രാൻസിസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പം നമുക്ക് 2023 ഓസ്കാർ അവാർഡ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ദ എലിഫന്റ് വിസ്പറേഴ്സ് മികച്ച ചിത്രമായി 2023 ഡോക്യുമെൻ്ററി കാറ്റഗറിയിലായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ സംവിധായക എന്ന് പറഞ്ഞത് കാർത്തികി ഗോൺസാൽവസ് ആണ്. കാർത്തികി ഗോൺസാൽവസ് സംവിധാനം ചെയ്ത തമിഴ് ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ് ഏതെന്ന് പറയുന്നത്? ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബൊമ്മൻ ബെല്ലി എന്ന് പറയുന്ന 2 പേരും അവരുടെ വളർത്താനക്കുട്ടിയായ രഘുവിൻ്റെ കഥയും പറയുന്ന ഡോക്യുമെൻ്ററിയാണ് എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് വർഷത്തെ പറയുന്ന പോലെ ട്രയൽ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വർഷം എടുത്ത് കണ്ട് പഠിച്ച് നിരീക്ഷിച്ചൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാർത്തികി ഗോൺസാൽവസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. കാർത്തികി ഗോൺസാൽവസിൻ്റെ ആദ്യമായിട്ട് പുള്ളിക്കാരി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ദ എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡോ അമേരിക്കൻ കോ പ്രൊഡക്ഷനായ ചിത്രം സംഖ്യ എൻ്റർടൈൻമെൻ്റ് ആണ് ഇത് നിർമ്മിച്ചത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സംവിധായക കാർത്തികി ഗോൺസാൽവസ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഡോക്യുമെൻ്ററി വിഭാഗത്തിലാണ് എന്ത് ചെയ്തത്? എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്നത് അവാർഡ് നേടിയത്. ഇനി എസ് രാജമൗലി സംവിധാനം ചെയ്ത RRRലെ നാട്ട് എന്ന പാട്ട് എന്ത് ചെയ്തു? ബെസ്റ്റ് ഒറിജിനൽ ഗാനത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടി. അപ്പം എസ് രാജമൗലി സംവിധാനം ചെയ്ത RRRലെ നാട്ട് എന്ന പാട്ട് എന്ത് ചെയ്തു? ദ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം ഓസ്കാറിൽ നേടി. അപ്പോൾ ഈ ഗാനത്തിന് സംഗീതം ഒരുക്കിയത് MM കീരവാണിയാണ്. സംഗീതം ഒരുക്കിയത് MM കീരവാണിയും വരികൾ എഴുതി തയ്യാറാക്കിയത് ചന്ദ്രബോസും ആണ്. അപ്പോൾ ഇവർ 2 പേരും ചേർന്ന് തന്നെ എന്ത് ചെയ്തു? പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. അപ്പം ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ദ എലിഫന്റ് വിസ്പറേഴ്സും കാർത്തികി ഗോൺസാൽവസ് ആണ് ഇതിൻ്റെ സംവിധായിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ SS രാജമൗലി സംവിധാനം ചെയ്ത നാട്ട് എന്ന് പറയുന്ന പാട്ടുള്ള RRR എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനം ഒരുക്കിയ MM കീരവാണിയും അതേപോലെ തന്നെ വരികൾ എഴുതിയ ചന്ദ്രബോസും എന്ത് ചെയ്തു? പുരസ്കാരം ഏറ്റുവാങ്ങി. ഇനി മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രമാണ് 2023 ഓസ്കാർ പുരസ്കാരത്തിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച നടി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മിഷേൽ യിയോ, ഈ ചിത്രത്തിലെ തന്നെ അഭിനയത്തിനാണ് എന്ത് ചെയ്തത്? മിഷേൽ യിയോയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, അതായത് മലേഷ്യൻ താരമായ മിഷേൽ യിയോയാണ് മികച്ച നടിക്ക് ഉള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ താരം എന്ന് പറയുന്നത്. അപ്പം മികച്ച നടി എന്ന് പറയുന്നത് മിഷേൽ യിയോ ആണ്. മിഷേൽ യിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന മികച്ച ചിത്രത്തിൻ്റെ അവാർഡ് നേടിയ ചിത്രത്തിൽ അഭിനയിച്ച നടിയാണ്. അപ്പം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു മലേഷ്യൻ സിനിമാ താരമാണ്, മലേഷ്യൻ താരമാണ്. അപ്പം ഇവരാണ് എന്ത് ചെയ്തത്? മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മിഷേൽ യിയോ എന്ന് പറയുന്നത്. ഇനി മികച്ച നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രണ്ടൻ ഫ്രേസർ ആണ് മികച്ച നടൻ. അദ്ദേഹം അഭിനയിച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ദ വെയിൽ എന്ന് പറയുന്ന ചിത്രമാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമൊക്കെ വീണ്ടും സിനിമാഭിനയത്തിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ബ്രണ്ടൻ ഫ്രേസർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. അപ്പം മികച്ച രണ്ടാമത്തെ നടന്
ഉള്ള പുരസ്കാരം ലഭിച്ച കെ ഹു ക്വാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച രണ്ടാമത്തെ നടനായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടത്? കെ ഹു ക്വാൻ എന്ന വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച രണ്ടാമത്തെ നടിയായ ജാമി ലീ കർട്ടിസ് തിരഞ്ഞെടുക്കപ്പെട്ടതും എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു. ഇനി മികച്ച സംവിധായകർ ആരാണെന്ന് ചോദിച്ചാൽ അതും എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിൻ്റെ സംവിധായകനായ ഡാനിയൽസ് എന്നറിയപ്പെടുന്ന ഡാനിയൽ ക്വാനും ഡാനിയൽ ഷിനർട്ടുമായിരുന്നു മികച്ച സംവിധായകർ എന്ന പേരിലും അറിയപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് തന്നെയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും അതുപോലെ തന്നെ മികച്ച ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കുള്ള പുരസ്കാരം നേടിയ ചിത്രവും എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. അപ്പോൾ മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. മികച്ച നടി മിഷേൽ യിയോയാണ്, അതും ആ ചിത്രത്തിന് വേണ്ടി തന്നെയാണ്. ഇതിനകത്തൊരു മാറ്റം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്രണ്ടൻ ഫ്രേസർ അഭിനയിച്ചത് ദ വെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ പോയിന്റ് നോക്കിയേക്കുക. അതായത് ആദ്യമായിട്ട് മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ഏഷ്യൻ താരമാണ് മിഷേൽ യിയോ എന്ന് പറയുന്നത്. മികച്ച രണ്ടാമത്തെ നടനാണ് കെ ഹു ക്വാൻ. അത് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് കെ ഹു ക്വാനും മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയത് ജാമി ലീ കർട്ടിസ് ആണ്. അതും എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ്. പിന്നെ ഡാനിയൽസ് എന്നറിയപ്പെടുന്നവരാണ് എന്ത് കിട്ടിയത്? മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരവും ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. അതായത് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന് പറയുന്ന ചിത്രം. അതായത് നമുക്കറിയാം പഴയ ISRO സയൻറ്റിസ്റ്റ് ആയിരുന്ന നമ്പി നാരായണൻ്റെ ജീവിതത്തെ പ്രമേയമാക്കി മാധവൻ സംവിധാനം ചെയ്ത, അതായത് നമ്മുടെ മാധവൻ തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ്. അദ്ദേഹം തന്നെയാണ് അതിനകത്ത് നമ്പി നാരായണനായിട്ട് വേഷമിട്ടിരിക്കുന്നത്. അപ്പം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രം ഒബ്വിയസ്ലി RRR തന്നെയാണ്. ഇനി ഏറ്റവും മികച്ച ദേശീയ ഉദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. കാശ്മീർ ഫയൽസ് ഇതിൻ്റെ സംവിധായകനാണ് വിവേക് അഗ്നിഹോത്രി. ഇത് രണ്ടിൽ ഏത് വേണേലും ചോദിക്കാം. അതായത് ഏറ്റവും മികച്ച ദേശീയ ഉദ്ഗ്രഥന ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കാശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിനാണ്. വിവേക് അഗ്നിഹോത്രിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇനി ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് നിഖിൽ മഹാജനാണ്. നിഖിൽ മഹാജൻ ഗോദാവരി എന്ന മറാഠി ചിത്രത്തിലെ സംവിധാനത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പം നിഖിൽ മഹാജനാണ് 69ാമത് നമ്മുടെ ദേശീയ ചലച്ചിത്രോത്സവത്തിലെ അല്ലെങ്കിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ഗോദാവരി എന്ന മറാഠി ഭാഷയിലുള്ള സിനിമയുടെ സംവിധായകനാണെന്ന് ഓർത്തിരിക്കുക. ഇനി മികച്ച പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് വിഷ്ണു മോഹനാണ്. മേപ്പടിയാൻ എന്ന ചിത്രത്തിന്, മലയാള ചിത്രത്തിൻ്റെ സംവിധായകനായ വിഷ്ണു മോഹന് മേപ്പടിയാൻ എന്ന മലയാള ചിത്രത്തിൻ്റെ സംവിധാനത്തിന് എന്ത് ചെയ്തു? മികച്ച പുതുമുഖ സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അല്ലു അർജുനാണ്. ചിത്രം പുഷ്പ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അല്ലു അർജുൻ മികച്ച നടനായും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് ആലിയ ഭട്ടിനും ഒന്ന് കൃതി സനോണുമാണ്. അപ്പോൾ മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലു അർജുനാണ്. പുഷ്പ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. ഒന്ന് ആലിയ ഭട്ടിനും അതേപോലെ തന്നെ കൃതി സനോണിനും. ഇനി മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹോം എന്ന ചിത്രത്തിനാണ്. ഹോം എന്ന ചിത്രത്തിന് ജനപ്രിയ ചിത്രം കൂടിയായിരുന്നു ഹോം എന്ന് പറയുന്നത്. അപ്പം മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹോം എന്ന് പറയുന്ന മലയാളം ചിത്രത്തിനാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. അപ്പം മികച്ച മലയാളം ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഹോം എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് എന്ത് ചെയ്തു? പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. അപ്പം മികച്ച പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് വിഷ്ണുമോഹനാണ്. മലയാളി ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ആണ്. അപ്പം വിഷ്ണുമോഹൻ ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ മേപ്പടിയാൻ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ലഭിച്ചത്. മികച്ച നടനും അല്ലു അർജുനും മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോണുമാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ഹോം എന്ന ചിത്രത്തിനാണ്. ഇതിലെ പ്രകടനത്തിന് ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. അപ്പോൾ ഈ 2 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്
ഷാഹി കബീറിനാണ് ചിത്രം നായാട്ട് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ഷാഹി കബീറിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹം മലയാളിയാണ്. അപ്പോൾ ഈ പോയിന്റും ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഹി കബീറാണ്. നായാട്ട് എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ചതിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് ആവാസവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ആവാസവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ദേശീയ ചലച്ചിത്രോത്സവ പുരസ്കാരത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്കൊരു പുരസ്കാരം വരുന്നത് അതിൻ്റെ അവാർഡ് വിന്നർ നരേന്ദ്രമോദിയാണ്. അതായത് ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം 2023 ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം 2023 ലഭിച്ചത് നരേന്ദ്രമോദിക്കാണെന്ന് ഓർത്തിരിക്കുക. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് പസഫിക് ഏഷ്യൻ ട്രാവൽ അസോസിയേഷൻ നൽകുന്ന ഗോൾഡ് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരളമാണ്. അപ്പോൾ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം 2023 ലഭിച്ചത് നമ്മുടെ നരേന്ദ്രമോദിക്കാണ്. അതേപോലെ തന്നെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ നൽകുന്ന ഗോൾഡ് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് നോക്കാം. ഗോവയിൽ വെച്ച് നടന്ന ഇന്ത്യയുടെ 54ാമത്, മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വർഷമല്ല ചോദിക്കാറ്, ഇതുപോലെ എത്രാമത്തത് എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്. അപ്പം നമ്മൾ ഈ 2023 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ 53 ആണോ 54 ആണോ അറിയത്തില്ല. അപ്പോൾ 54ാമതാണ്, 4ാമത്തെയാണ് ഇവിടെ വെച്ച് നടന്നത്. ഗോവയിൽ വെച്ച് നടന്ന ഇന്ത്യയുടെ 54ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാച്ചിങ് ഡസ്റ്റ് എന്ന് പറയുന്ന ചിത്രമാണ്. ക്യാച്ചിങ് ഡസ്റ്റ് എന്ന് പറയുന്ന ചിത്രമായിരുന്നു എന്ത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ എത്രാമത്തെ 54ാമത്തെ ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് ക്യാച്ചിങ് ഡസ്റ്റ് ആയിരുന്നു. ഇനി 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രമാണ് എൻലെസ് ബോർഡേഴ്സ് എന്ന ചിത്രത്തിനാണ് സുവർണ മയൂരം പുരസ്കാരം ലഭിച്ചത്. പേർഷ്യൻ ചിത്രമായ എൻലെസ് ബോർഡേഴ്സ് സംവിധാനം ചെയ്ത അബ്ബാസ് അമിനിയാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരം കിട്ടിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ സംവിധായകനെ ചോദിച്ചാലോ, അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ അത് അബ്ബാസ് അമിനിയാണ്. അപ്പം പേർഷ്യൻ ചിത്രമായ എൻലെസ് ബോർഡേഴ്സ് സംവിധാനം ചെയ്തത് അബ്ബാസ് അമിനിയാണ്. 54ാമത് ഗോവ ചലച്ചിത്രോത്സവത്തിൽ എന്ത് ചെയ്തു, അതിന് സുവർണ മയൂരം പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സ്റ്റീവൻ കോമാണ്ടറവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഏത് ചിത്രത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ബ്ലഗാസ് ലെസൺസ് എന്ന ചിത്രത്തിനാണ് ഇദ്ദേഹത്തിന് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ സ്റ്റീഫൻ കോമാണ്ടറവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പക്ഷേ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ലഭിച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് എൻലെസ് ബോർഡേഴ്സ് ആണ്. അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അബ്ബാസ് അമിനിയാണെന്ന് ഓർത്തിരിക്കുക. അബ്ബാസ് അമിനിയാണ്. ഇനി 2023 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ഇത് വീണ്ടും ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷവും കാര്യങ്ങളും പേരും ഓർത്തിരിക്കുക. അതായത് നമ്മൾ ഇപ്പോൾ പഠിക്കുമ്പോൾ 2023 മാത്രമേ പഠിക്കുന്നുണ്ടെങ്കിൽ 2022 കൂടി നോക്കി വെക്കേണ്ടി വരും. അപ്പം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മികച്ച നടനുള്ള 2023 ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചാൽ പോറിയ റഹിമിസാം എന്ന വ്യക്തിക്കാണ്. ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻലെസ് ബോർഡേഴ്സ് തന്നെയാണ്. അപ്പോൾ എൻലെസ് ബോർഡേഴ്സ് എന്ന് പറയുന്നത് സുവർണ മയൂരം നേടിയ ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത്, പോറിയ റഹിമിസാം എന്ന വ്യക്തിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ മെലാനി തിയറി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ചിത്രം പാർട്ടി ഓഫ് ഫുൾസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ പാർട്ടി ഓഫ് ഫുൾസ് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മെലാനി തിയറി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയാകുകയും അതേപോലെ തന്നെ എൻലെസ് ബോർഡേഴ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പോറിയ റഹിമിസാം എന്ന വ്യക്തി എന്ത് ചെയ്തു, മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനാവുകയും ചെയ്തു. ഇനി ഈ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി അവാർഡ് നേടിയ ചിത്രമാണ്
കാന്താരയിലെ അഭിനയത്തിന് ആർക്ക് ലഭിച്ചു? ഋഷഭ് ഷെട്ടിക്ക് എന്ത് ചെയ്തു? പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. അപ്പം നാഷണൽ അവാർഡ്സിൽ ഹോമിലെ അഭിനയത്തിന് ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയും ചെയ്തു. ഇനി 2023 ഗോവ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി അവാർഡ് നേടിയത് ഋഷഭ് ഷെട്ടിയാണ്. ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുകയും ചെയ്തു. ഇനി നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട 1-2 പുരസ്കാരങ്ങൾ നോക്കാം. അതായത് 2023 67ാമത് ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2023 67ാമത്തെ പുരസ്കാരമാണിത്. 67ാമത് ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 8ാമത്തെ തവണയാണ് ലയണൽ മെസ്സിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ച വ്യക്തിയും മെസ്സി തന്നെയാണ്. അപ്പോൾ 2023 67ാമത് ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണെന്ന് ഓർത്തിരിക്കുക. മികച്ച ഗോൾ കീപ്പർക്ക് ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. ആ പുരസ്കാരത്തിൻ്റെ പേരാണ് യാഷിൻ പുരസ്കാരം. മികച്ച ഗോൾ കീപ്പർക്ക് നൽകുന്ന പുരസ്കാരമാണ് യാഷിൻ പുരസ്കാരം. ഈ പുരസ്കാരം 2023 നേടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനാണ് എന്ത് കിട്ടിയത്? മികച്ച ഗോൾ കീപ്പറിനുള്ള യാഷിൻ പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗേർഡ് മുള്ളർ ട്രോഫി 2023. ഗേർഡ് മുള്ളർ ട്രോഫി എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ആൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അപ്പോൾ ഈ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് എർലിംഗ് ഹാളൻഡ് ആണ്. എർലിംഗ് ഹാളൻഡ് എന്ന് പറയുന്ന കളിക്കാരനാണ് എന്ത് ചെയ്തത്? ഏറ്റവും കൂടുതൽ ഗോളിൽ നേടിയതിനുള്ള പുരസ്കാരമായ ഗേർഡ് മുള്ളർ പുരസ്കാരം ലഭിച്ചത്. ഇനി സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം 2023 ലഭിച്ചത് എം ശ്രീശങ്കറിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. 2023 ജിമ്മി ജോർജ് പുരസ്കാരം. ഇദ്ദേഹം ലോങ് ജമ്പ് താരമാണെന്ന് ഓർത്തിരിക്കുക. ലോങ് ജമ്പ് താരമാണ് ആരെന്ന് പറയുന്നത്? എം ശ്രീശങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ 2023 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത് ശ്രീശങ്കറാണ്. ഓക്കെ. ഇനി ICC 2023 ഏകദിന ലോകകപ്പിൽ മികച്ച കളിക്കാരനുള്ള പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം ലഭിച്ചത് വിരാട് കോഹ്ലിക്കാണ്. അപ്പോൾ ICC 2023 ഏകദിന ലോകകപ്പിൽ മികച്ച കളിക്കാരനുള്ള പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി ആയിരിക്കും. ഓപ്ഷനിൽ എന്തായാലും രോഹിത് ശർമ്മ കാണും. അപ്പം വിരാട് കോഹ്ലിയാണ് ഇത് നേടിയ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം 2023 നേടിയത് വിരാട് കോഹ്ലിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2023 ഡിസംബറിൽ പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനിക്ക് അർഹനായ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സെയ്ദന മുഫദൽ സൈഫുദ്ദീൻ ആണ്. സെയ്ദന മുഫദൽ സൈഫുദ്ദീൻ ആണ് എന്ത് ചെയ്തത്? 2023 ഡിസംബറിൽ പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഏതെന്ന് പറയുന്നത് നിഷാൻ ഇ പാകിസ്ഥാനി എന്ന് പറയുന്ന പുരസ്കാരം. ഈ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനാണ് സെയ്ദന മുഫദൽ സൈഫുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി. നോക്കി വെച്ചിരുന്നാൽ മതി, പേര് ഒരു വട്ടം നോക്കി ഓർത്തിരിക്കുന്ന പേരാണ്. അപ്പോൾ ഇനി 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹരായത് 2 പേരാണ്. ആരൊക്കെയാണെന്ന് നോക്കാം. ഡാനിയൽ ബാരൻ ബോയിമും അലി അബു അബ്ബാദും. ഇവർക്ക് 2 പേർക്കുമാണ് 2023 ഇന്ദിരാഗാന്ധിയുടെ സമാധാന പുരസ്കാരം ലഭിച്ചത്. 2023 ഇന്ദിരാഗാന്ധിയുടെ സമാധാന പുരസ്കാരത്തിന് അർഹരായത് ഡാനിയൽ ബാരൻ ബോയിമും അലി അബു അബ്ബാദുമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അടുത്തത് ബുക്കർ പ്രൈസ്. നമുക്ക് കുറച്ച് പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട അവാർഡുകളും പഠിക്കാം. അതായത് 2023 ബുക്കർ പ്രൈസ് നേടിയത് പോൾ ലിഞ്ച് എന്ന് പറയുന്ന വ്യക്തിയാണ്. പോൾ ലിഞ്ച്, ഇദ്ദേഹം ഐറിഷ് എഴുത്തുകാരനാണ്. ഐറിഷ് എഴുത്തുകാരൻ. അപ്പോൾ 2023 ബുക്കർ പ്രൈസ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ലിഞ്ച് ആണെന്ന് ഓർത്തിരിക്കുക. ഐറിഷ് എഴുത്തുകാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ ഒരു അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് പ്രൊഫറ്റ് സോങ് എന്ന് പറയും. പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് 2023 ബുക്കർ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത്. പോൾ ലിഞ്ച് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഐറിഷ് എഴുത്തുകാരനാണെന്ന് ഓർത്തിരിക്കുക. ഇനി 2022 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവശങ്കരിക്കാണ്. ശിവശങ്കരി.
അപ്പോൾ 2022 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ശിവശങ്കരിക്കാണ്. സൂര്യവംശം എന്ന അവരുടെ ഓർമ്മക്കുറിപ്പുകൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സൂര്യവംശം ഏത് കാറ്റഗറി ആണെന്ന് ചോദിച്ചാൽ അത് ഓർമ്മക്കുറിപ്പുകളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സൂര്യവംശം എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾക്കാണ് ശിവശങ്കരിക്ക് എന്ത് ചെയ്യുന്നത് 2022 സരസ്വതി സമ്മാൻ ലഭിച്ചത്. പേര് മറന്നു പോകരുത്, ശിവശങ്കരി. ഓക്കെ, ഇനി 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ് 45ാമത് യൂറോപ്യൻ എസ്സേ പുരസ്കാരമാണ് അരുന്ധതി റോയ്ക്ക് ലഭിച്ചത്. ഏത് പുസ്തകത്തിനാണെന്ന് ചോദിച്ചാൽ ആസാദി എന്ന ലേഖന സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ അരുന്ധതി റോയ്ക്ക് ലഭിച്ചതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. യൂറോപ്യൻ എസ്സേ പുരസ്കാരം എത്രാമത്തെ എന്ന് ചോദിച്ചാൽ 45ാമത്തെയാണ്. അപ്പം 45ാമത്തെ യൂറോപ്യൻ എസ്സേ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അരുന്ധതി റോയ് ആണ്. ആസാദി എന്ന ലേഖന സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബുക്കർ പ്രൈസ് നേടിയത് പോൾ ലിഞ്ച് ആണ്. ഐറിഷ് എഴുത്തുകാരനാണ്. പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് എന്ത് ചെയ്തത് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുരസ്കാരമാണ് ഭാഷാ സമ്മാൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഈ പുരസ്കാരം നേടിയ തെലുങ്ക് എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ബെദവോലു രാമബ്രഹ്മമാണ്. ബെദവോലു രാമബ്രഹ്മം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ബെദവോലു രാമബ്രഹ്മം എന്ന വ്യക്തിക്കാണ് ഇത് ലഭിച്ചത്. ഇദ്ദേഹം ഒരു തെലുങ്ക് എഴുത്തുകാരനാണ്. വേണമെങ്കിൽ ചോദിക്കാം ഇദ്ദേഹം ഏത് ഭാഷയിൽ എഴുതുന്ന ആളാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഭാഷയിലെ എഴുത്തുകാരനാണെന്ന് ചോദിക്കാം. തെലുങ്കു എഴുത്തുകാരനാണ് ബെദവോലു രാമബ്രഹ്മം എന്ന് ഓർത്തിരിക്കാം. ഇനി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾഗേറിയൻ എഴുത്തുകാരൻ ജോർജ് കോസ്പിഡനോയുടെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബൾഗേറിയൻ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോർജ് കോസ്പിഡനോ. ഇദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിനാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഷെൽട്ടർ എന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തിരിക്കുക. ഏത് എഴുത്തുകാരനാണ്? ബൾഗേറിയൻ എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജോർജ് കോസ്പിഡനോ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ വിവർത്തക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഞ്ചല റോട്ട്ലെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ വിവർത്തക എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്ന ബൾഗേറിയൻ ഭാഷയിലുള്ള ആദ്യത്തെ കൃതിയാണ് ഈ പറയുന്ന ടൈം ഷെൽട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓസ്കാർ പുരസ്കാരം പറഞ്ഞ പോലെ തന്നെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്ന ബൾഗേറിയൻ ഭാഷയിലുള്ള ആദ്യത്തെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് ടൈം ഷെൽട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ ജോർജ് കോസ്പിഡനോയാണ്. അപ്പം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ടൈം ഷെൽട്ടർ ആണ്. ബൾഗേറിയൻ ഭാഷയിൽ ആദ്യമായി ഈ പറയുന്ന പോലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്ന കൃതി കൂടിയാണ് ടൈം ഷെൽട്ടർ എന്ന് ഓർത്തിരിക്കുക. ഇനി പത്മ പുരസ്കാരങ്ങൾ. നമുക്ക് പത്മ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. അതായത് പത്മവിഭൂഷൺ കിട്ടിയത് 6 പേർക്കായിരുന്നു. മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഈ ബഹുമതി കിട്ടിയത്. പത്മവിഭൂഷൺ കിട്ടിയത് 6 പേർക്കാണ്. മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് 2022 പത്മ പുരസ്കാരങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി, മരണാനന്തരം ലഭിച്ചു. അതേപോലെ തന്നെ SM കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രിയാണ്. അപ്പം പത്മവിഭൂഷൺ ലഭിച്ച 2 മുൻ മുഖ്യമന്ത്രിമാരുണ്ട്. ഒന്ന് മുലായം സിംഗ് യാദവും ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി SM കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പം SM കൃഷ്ണ ഇപ്പോൾ ഈ പറയുന്ന പോലെ പത്മവിഭൂഷൺ ലഭിച്ച SM കൃഷ്ണ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പത്മവിഭൂഷൺ ലഭിച്ച കർണാടക മുൻ മുഖ്യമന്ത്രി ആരായിരുന്നെന്ന് ചോദിക്കാം. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SM കൃഷ്ണയാണ്. ഈ 2 രീതിയിലും ചോദിക്കാം. ഇനി സക്കീർ ഹുസൈൻ ആണ് പത്മവിഭൂഷൺ കിട്ടിയ ഒരു വ്യക്തി. അത് നമുക്കറിയാം, തബല മാന്ത്രികനാണ് അദ്ദേഹം. ഇനി ദിലീപ് മഹലനോബിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ORS ലൈനില്ലേ, അതിൻ്റെ പ്രയോക്താവായിരുന്നു ആരെന്ന് പറയുന്നത് ദിലീപ് മഹലനോബിസ്. ഇദ്ദേഹത്തിന് മരണാനന്തരമാണ് ഈ ഒരു ബഹുമതി ലഭിക്കുന്നത്.
അടുത്തത് ബാലകൃഷ്ണ ദോഷി. ബാലകൃഷ്ണ ദോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ വാസ്തുശില്പിയായിരുന്നു ആരെന്ന് പറയുന്നത് ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനും മരണാനന്തരമാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തുള്ളത് ശ്രീനിവാസ വരദൻ. അദ്ദേഹം സയൻറ്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് ശ്രീനിവാസ വരദൻ എന്ന് പറയുന്നത്. അപ്പം 2 മുൻ മുഖ്യമന്ത്രിമാരുണ്ട് പത്മവിഭൂഷൺ ലഭിച്ചത്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുലായം സിംഗ് യാദവും അതേപോലെ SM കൃഷ്ണയുമാണ്. ഒരാൾ മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും രണ്ടാമത്തെ ആൾ മുൻ കർണാടക മുഖ്യമന്ത്രിയുമാണ്. ഇനി സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് തബലമാന്ത്രികനാണ്, നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. ഇനി ദിലീപ് മഹൽനോബിസ് എന്ന് പറയുന്നത് മരണാനന്തരം പത്മവിഭൂഷൺ ലഭിച്ച ആളാണ്. ORS ലായനിയുടെ അല്ലെ ORSന്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദിലീപ് മഹൽനോബിസ് ആണ്. ORSന്റെ പ്രയോക്താവാണ് ആരെന്ന് പറയുന്നത് ദിലീപ് മഹൽനോബിസ് എന്ന് പറയുന്നത്. ഇനി ബാലകൃഷ്ണ ദോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള വാസ്തുശില്പിയാണ്. ഇദ്ദേഹവും മരണാനന്തരമാണ് ഈ പുരസ്കാരത്തിന് അർഹനാവുന്നത്. അടുത്ത ലാസ്റ്റ് ആളാണ് ശ്രീനിവാസ വരദൻ. ഇദ്ദേഹം സയൻറ്റിസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക, സയൻറ്റിസ്റ്റ് ആണ്. ഇനി പത്മഭൂഷൺ അവാർഡാണ്. പത്മഭൂഷൺ അവാർഡ് 9 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് SL ഭൈരപ്പ, കുമാർ മംഗലം ബിർള, ദീപക് ദർ, സ്വാമി ചിന്നജിയർ, സുമൻ കല്യാൺപൂർ, കപിൽ കപൂർ, കമലേഷ് D പട്ടേൽ, സുധാമൂർത്തി, വാണി ജയറാം. വാണി ജയറാം നമുക്കറിയാം, വാണി ജയറാം അന്തരിച്ച ആളാണ്. ഇപ്പം കഴിഞ്ഞ വർഷം അന്തരിച്ചതാണ് വാണി ജയറാം എന്ന് പറയുന്നത്. സോ പത്മഭൂഷൺ ലഭിച്ച വാണി ജയറാം മാത്രമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പിന്നെ സുധാമൂർത്തി ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്, നമുക്കറിയാം സുധാമൂർത്തി എന്ന് പറയുന്നത്. ഇത് അന്തരിച്ചത് കൊണ്ട് തന്നെ വാണി ജയറാമിന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. 2022 ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. പക്ഷെ അവാർഡ് ലഭിച്ചതിന് ശേഷമാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ് മരണാനന്തര ബഹുമതി അല്ല. അപ്പോൾ വാണി ജയറാമിന് പത്മഭൂഷൺ ലഭിച്ചത് 2022 പത്മഭൂഷൺ എത്ര പേർക്ക് മൊത്തം ലഭിച്ചു എന്ന് ചോദിച്ചാൽ 9 പേർക്കാണ് ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്തത് പത്മശ്രീ ആണ്. പത്മശ്രീ ലഭിച്ച 4 മലയാളികളുണ്ട്. അതുകൊണ്ട് ഈ 4 പേരും അവർക്ക് ഏത് മേഖലയിലെ പ്രാഗൽഭ്യത്തിനാണ് അത് ലഭിച്ചതെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പത്മശ്രീ 4 മലയാളികൾക്കാണ് ലഭിച്ചത്. VP അപ്പുക്കുട്ട പൊതുവാളാണ് അതിനകത്ത് ഒരാൾ. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അതേപോലെ തന്നെ ഗാന്ധിയനുമാണ്. അപ്പോൾ VP അപ്പുക്കുട്ടൻ പൊതുവാൾ സ്വാതന്ത്ര്യ സമര സേനാനി, ഗാന്ധിയൻ എന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്തു? പത്മശ്രീക്ക് അർഹനായി. ഇനി ചെറുമയൽ രാമൻ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ചെറുമയൽ രാമന് കുറേ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറുമയൽ രാമൻ എന്ത് ചെയ്തു? ഒരു പത്മശ്രീ പുരസ്കാര ജേതാവാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് CI ഐസക്, ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമാണ് CI ഐസക് എന്ന് പറയുന്നത്. അടുത്തത് SRD പ്രസാദ് എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റ് ആചാര്യനാണ് SRD പ്രസാദ്. അപ്പം VP അപ്പുക്കുട്ടൻ പൊതുവാൾ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഗാന്ധിയനാണ്. ചെറുവയൽ രാമൻ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ്. CI ഐസക് ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമാണ്. ഇനിയും SRD പ്രസാദ് എന്ന് പറയുന്നത് കളരിപ്പയറ്റ് ആചാര്യനാണ്. അപ്പോൾ ഇവർക്ക് 4 പേർക്കുമാണ് 2022 പത്മശ്രീ ലഭിച്ച മലയാളി കാറ്റഗറിയിൽ വരുന്ന 4 പേരെന്ന് പറയുന്നത്. ഇനി നൊബേൽ പുരസ്കാരങ്ങളാണ്. നൊബേൽ പുരസ്കാരം പഠിക്കുമ്പോൾ നൊബേൽ പുരസ്കാരം, ഓസ്കാർ പുരസ്കാരം ഒക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും 2023 22 നിർത്താതെ 21 കൂടി പഠിക്കുക. കാര്യം റീസെൻ്റ്ലി ചോദിക്കുന്നതൊക്കെ 21 നൊബേൽ പുരസ്കാര ജേതാക്കളെയൊക്കെ ചോദിച്ച് കണ്ടു. അപ്പം നൊബേൽ പുരസ്കാരം 2023 നമ്മൾ പഠിക്കുന്നത്. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നർഗീസ് മുഹമ്മദിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇറാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ധീരമായി പോരാടുന്ന ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി. അപ്പം സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ച നർഗീസ് മുഹമ്മദി ഏത് രാജ്യക്കാരിയാണ് എന്ന് ചോദിച്ചാൽ ഇറാനിയൻ വനിതയാണെന്ന് ഓർത്തിരിക്കുക. ഇറാനിലെ വനിതയാണ് ആരെന്ന് പറയുന്നത് നർഗീസ് മുഹമ്മദി. ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് നർഗീസ് മുഹമ്മദിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് യോൻ ഫോസെ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു നോർവീജിയൻ എഴുത്തുകാരനാണ് യോൻ ഫോസെ എന്ന് പറയുന്നത്. ഫോസയുടെ ആദ്യത്തെ നോവലാണ് റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നതാണ് ഫോസയുടെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത്.
ഫോസയുടെ ആദ്യത്തെ നാടകമാണ് സമ്മൺ ഈസ് ഗോയിങ് ടു കം എന്നത്. സമ്മൺ ഈസ് ഗോയിങ് ടു കം എന്നുള്ളതാണ് ഫോസയുടെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം 2023 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ്. ഇദ്ദേഹം ഏത് ഭാഷയിലുള്ള എഴുത്തുകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവീജിയൻ എഴുത്തുകാരനാണെന്ന് ഓർത്തിരിക്കുക. നോർവീജിയൻ എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ യോൻ ഫോസെ എന്ന് പറയുന്നത്. ഇനി യോൻ ഫോസയുടെ ആദ്യ നാടകമാണ് സമ്മൺ ഈസ് ഗോയിങ് ടു കം. അതേപോലെ തന്നെ ഫോസയുടെ ആദ്യത്തെ നോവലാണ് ഏതെന്ന് പറയുന്നത്? റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പം നൊബേൽ പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, 22, 21 ഒക്കെ പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ ഓസ്കാറും നമ്മൾ 2 വർഷങ്ങളുടെ മുൻകൂട്ടി കണ്ട് പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ചോദിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് എഴുതാൻ പറ്റാണ്ട് പോകും. പഠിച്ചിട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് പോയി, പക്ഷെ അത് പഠിക്കാത്തത് കൊണ്ട് എഴുതാൻ പറ്റാണ്ട് വരും. അപ്പോൾ ഇനി സാമ്പത്തിക നൊബേൽ പുരസ്കാരം നേടുന്നത് ആരാണെന്ന് നോക്കാം. സാമ്പത്തിക പുരസ്കാരം നൊബേൽ പുരസ്കാരം 2023 നേടിയത് ഒരു വനിതയാണ്. ആ വനിതയുടെ പേരാണ് ക്ലോഡിയ ഗോൾഡൻ എന്ന് പറയും. ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയും. അപ്പം 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഈ പുരസ്കാരം നേടുന്ന 3ാമത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. ഈ പുരസ്കാരം, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടുന്ന 3ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി എന്തിൻ്റെ പഠനത്തിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ ചരിത്രപരവും സമകാലികവുമായ പങ്കിനെക്കുറിച്ചും അസമത്വത്തെക്കുറിച്ചും ഉള്ള പഠനങ്ങൾക്കാണ് എന്ത് ചെയ്ത് ക്ലോഡിയ ഗോൾഡിൻ നൊബേൽ പുരസ്കാരത്തിന് അർഹരായത്. അതായത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? തൊഴിലിടങ്ങളിലെ സ്ത്രീകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് ക്ലോഡിയ ഗോൾഡിന് ഈ പറയുന്ന പോലെ നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്നായിരിക്കും ഓപ്ഷനിൽ കാണുന്നത്. അല്ലാതെ ഇത്രയും ലെങ്തി ആയിട്ടൊന്നും ഓപ്ഷൻ കാണത്തില്ല. അപ്പോൾ തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്നതായിരിക്കും എന്ത് ചെയ്യുന്നത് ഓപ്ഷനിൽ കാണുന്നത്. അപ്പോൾ അതെന്താണ്? ക്ലോഡിയ ഗോൾഡിന് നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്ത വിഷയമാണ് ഇതെന്ന് പറയുന്നത് തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ ചരിത്രപരവും സമകാലികവുമായ പങ്കിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അവാർഡ് ലഭിച്ച ക്ലോഡിയ ഗോൾഡിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റാരുമായും പങ്കിടാതെ ഇക്കണോമിക്സിനുള്ള നൊബേൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. മറ്റാരുമായിട്ടും പങ്കിടാതെ ഒറ്റയ്ക്ക് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ചിലപ്പോൾ നമുക്കറിയാം നൊബേൽ പുരസ്കാര ജേതാക്കളെ തന്നിട്ട് ഇതിൽ 2ാമത്തെ പ്രാവശ്യം രസതന്ത്രത്തിന് നൊബേൽ നേടുന്ന ആര്, അല്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം ഭൗതികശാസ്ത്രത്തിന് നൊബേൽ നേടുന്ന ആര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഈ പറയുന്ന വിന്നേഴ്സിൻ്റെ പ്രത്യേകതകളും അതേപോലെ തന്നെ എന്തിനാണ് അവർക്ക് ഈ അവാർഡ് ലഭിച്ചത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തിക്ക് പ്രത്യേകതകളുണ്ട്. അതായത് ഈ പുരസ്കാരം നേടുന്ന 3ാമത്തെ വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ ചരിത്രപരവും സമകാലികവുമായ പങ്കിനെക്കുറിച്ചുള്ള പഠനമാണ് ക്ലോഡിയ ഗോൾഡിനെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയാക്കുന്നത്. മറ്റാരുമായും പങ്കിടാതെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ക്ലോഡിയ ഗോൾഡിൻ ആണെന്ന് ഓർത്തിരിക്കുക. മറ്റാരുമായും പങ്കിടാതെ എക്കണോമിക്സിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ്, ഈ 3 പേർക്കാണ് കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ട് എഴുതാം. മൗങ്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മൗഗ്ലി എന്ന് പറയുന്ന ആളെ ഓർമ്മയില്ലേ? അപ്പോൾ ഇത് മൗഗ്ലി, ഇത് ബ്രൂസ്ലി. ഈ എക്കിമോ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കി മൗസ് എന്നൊക്കെ പറയുന്ന പോലെ തോന്നില്ലേ? അപ്പം എക്കി എന്നുള്ളതിന് പകരം മിക്കി എന്ന് എഴുതുക. അപ്പം മൗഗ്ലി, ബ്രൂസ്ലി, മിക്കി എന്ന് പറയുന്ന 3 പേരാണ് എന്ത് ചെയ്ത് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2023 നേടിയത് എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനോ കണങ്ങളിലെ തന്നെ ഇത്തിരി കുഞ്ഞന്മാരായ ക്വാണ്ടം ഡോട്ട്സ് എന്നറിയപ്പെടുന്ന
ക്വാണ്ടം ഡോട്ട്സ് വികസിപ്പിച്ചതിനാണ് എന്ത് ചെയ്തത് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പം ഈ പറയുന്ന നാനോ കണങ്ങളിലെ തന്നെ ഏറ്റവും ഇത്തിരി കുഞ്ഞന്മാരാണ് ആരെന്ന് പറയുന്നത് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ വികസിപ്പിച്ചതിനാണ് ആർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗങ്കി ജി ബാവണ്ടിക്കും ലൂയിസ് സി ബ്രൂസിനും അലക്സി ഐ എക്കിമോവിനും രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. അപ്പം എന്തിനാണ് അവാർഡ് ലഭിച്ചത് എന്നുള്ളത് എന്തായാലും ഓർത്തിരിക്കുക. അപ്പം നാനോ കണങ്ങൾ അല്ലെങ്കിൽ ക്വാണ്ടം ഡോട്ട്സ് എന്നായിരിക്കും തരുന്നത്. ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ചതിന് എന്നായിരിക്കും PSC ഓപ്ഷൻ തരിക. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തത്തിനാണ് എന്ത് ചെയ്തത് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. 3 പേരാണ് രസതന്ത്രത്തിനും എന്ത് ചെയ്ത് ഉള്ള പുരസ്കാരം പങ്കിട്ടെടുത്തത്. ഇനി 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാത്തലിൻ കരിക്കോയും ഡോക്ടർ ഡ്രൂ വെയ്സ്മാനുമാണ്. കാത്തലിൻ കരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. ഇവർ 2 പേരുമാണ്. അപ്പോൾ ഈ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അതാണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. കാത്തലിൻ കരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ് എന്ത് ചെയ്തത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം 2023 നേടിയത്. അപ്പോൾ ഇവർ എന്തിനെക്കുറിച്ചുള്ള പഠനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ mRNA കുറിച്ചുള്ള അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്. mRNA എന്ന് തന്നാലും മെസ്സഞ്ചർ RNA എന്ന് തന്നാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ mRNA കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന സമയത്ത് ഈ mRNA കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണ് അവർക്ക് എന്ത് ചെയ്തത് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അതായത് കോവിഡ് വാക്സിനുകൾ നിർമ്മിക്കുന്നതിന് സഹായകമായ mRNA കുറിച്ചുള്ള പഠനത്തിനാണ് എന്ത് ചെയ്തത് വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. mRNA എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ മെസ്സഞ്ചർ RNA എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ മെസ്സഞ്ചർ RNA കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി ഫിസിക്സിന് അവാർഡ് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഈ കഴിഞ്ഞ വർഷം 3 പേര് വെച്ചിട്ടാണ് നൊബേൽ പുരസ്കാരം പങ്കിട്ടെടുത്തിട്ടുള്ളത്. അപ്പം ഭൗതിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം നേടിയ ആൾക്കാരാണ് പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂയിയർ. അതായത് ഒരു ലേഡിയും ബാക്കി 2 ജെൻസും. അതായത് പിയറി അഗോസ്റ്റിനി എന്ന് പറഞ്ഞാൽ US-കാരനാണ്. പിയറി അഗോസ്റ്റിനി US-കാരനാണ്. ഫെറൻ ക്രൗസ് എന്ന് പറഞ്ഞാൽ ജർമ്മൻകാരനാണ്. അതേപോലെ ആൻ ലൂലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡൻ. അപ്പം പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസൻ, ആൻ ലൂലിയർ എന്ന് പറയാം. പിയറി ഫെറൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പിയറി ഫെറൻ എന്ന് പറയാം. അതേപോലെ തന്നെ പിയറി ഫെറൻ ആൻ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അങ്ങനെ ഈ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. പിയറി ഫെറൻ ആൻ എന്ന് പറയുന്നവർക്കാണ് എന്ത് ചെയ്തത് ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇവരുടെ നേറ്റീവ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും US, ക്രൗസ് ആണെങ്കിൽ ജർമ്മൻ, ആൻ ആണെങ്കിൽ സ്വീഡൻ ആണെന്ന് ഓർത്തിരിക്കുക. എന്തിനാണ് ഇവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൈനാമിക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് ഇവർക്ക് 3 പേർക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇലക്ട്രോൺ ഡൈനാമിക്സിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അപ്പോൾ വൈദ്യശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ mRNA കുറിച്ചുള്ള പഠനമാണ്. നമ്മുടെ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം ഡോട്ടുകളെ കുറിച്ചുള്ള പഠനമാണ്. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഡൈനാമിക്സിനെ കുറിച്ചുള്ള പഠനമാണ് ഇവർക്ക് എന്ത് നേടിക്കൊടുത്തത് നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്തതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നൊബേൽ പുരസ്കാരം പഠിക്കുമ്പോൾ എപ്പോഴും 23, 22, 21 അതുപോലെ തന്നെ ഇത് ലഭിച്ച ശാസ്ത്രജ്ഞർക്ക് ഒന്നിലധികം വട്ടം ഇത് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും എന്തൊക്കെ പഠനങ്ങൾക്കാണ് ഇവർക്കിത് ലഭിച്ചിട്ടുള്ളത് എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ 3 വർഷത്തെ നിർബന്ധമായിട്ട് നൊബേൽ പുരസ്കാരങ്ങൾ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് 2023 കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ പോയിൻറ്റ്സും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള എല്ലാ അവാർഡുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ലെങ്തിയാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. സോ ഇതിന് ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.